കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാപ്രതിഭകളിൽ ഒരാളായിരുന്നു രാമവർമ്മ അപ്പനന്തോൾ. എന്തുകൊണ്ടാണ് എന്നറിയില്ല, അദ്ദേഹത്തെ പറ്റി വേണ്ടത്ര പഠനങ്ങളൊന്നും മലയാളത്തിൽ നടക്കുന്നില്ല. ആകെ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു പുസ്തകം കെ.ടി. രാമവർമ്മ എഴുതിയ കൈരളി വിധേയൻ പനമ്പരൻ എന്നുള്ള സാമാന്യം വലിപ്പമുള്ളൊരു പുസ്തകം. പനമ്പരനെ പറ്റി മിക്കവാറും എല്ലാ വിവരങ്ങളും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകത്തിലുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പനമ്പരൻ്റെ കൃതികളെ പറ്റിയുള്ള പഠനങ്ങളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിചയക്കാരെ പറ്റിയുള്ളതുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ പറ്റി വേണ്ടത്ര പഠനമായിരുന്നു നടന്നിട്ട്. അതൊരു ന്യൂനത തന്നെയാണ് ആ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അപ്പനമ്പരാൻ്റെ സമാഹരിക്കപ്പെട്ടിട്ടില്ലാത്ത കുറേ കവിതകളും കുറേ ലേഖനങ്ങളുണ്ട് പഴയ മാസികകളിൽ ചിതറിക്കിടക്കുന്നത്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. പൊതുവെ നമുക്ക് വന്നിട്ടുള്ള ഒരു അപകടകരമായ വിശ്വാസം, രാജകുടുംബങ്ങളിൽ പിറന്ന ആളുകളൊക്കെ യാഥാസ്ഥിതികന്മാരും പിന്തിരിപ്പന്മാരുമാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ മുൻവിധിയോട് കൂടിയാണ് പലപ്പോഴും നമ്മൾ ഇത്തരം എഴുത്തുകാരെ സമീപിക്കാറ്. അവരുടെ എഴുത്തിനെ സമീപിക്കില്ല എന്നുള്ളതാണ്. അവരെ പറ്റി രാജകുടുംബമല്ലേ, അതുകൊണ്ട് മോശക്കാരൻ എന്നുള്ള നിലയിലാണ്, ആ ഒരു മുൻവിധിയോട് കൂടിയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പനമ്പരാനും അദ്ദേഹത്തിൻ്റെ ബഹിഷ്കര പ്രാണൻ എന്ന് പറയാവുന്ന കുഞ്ഞിക്കുട്ടൻ നല്ലത്. ഇവർ രണ്ടുപേരും സാധാരണക്കാരായി ജീവിച്ച വ്യക്തികൾ. അത്തരത്തിലുള്ള ഏടുകളിലൂടെ ഈ മഹാമനീഷിയെ പറ്റിയുള്ള ഓർമ്മ പുതുക്കുക എന്നുള്ളത് മാത്രമേ ഈ പ്രഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. പനമ്പരൻ 1875 നവംബർ 9 ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1941 നവംബർ 19 66-ാമത്തെ വയസ്സിൽ. ഈ കാലത്തിനിടയിൽ കുറച്ച് ഏതാനും വർഷങ്ങൾ അദ്ദേഹം മദ്രാസിയിൽ വിദ്യാർത്ഥിയായി താമസിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സമയം മുഴുവൻ തൃപ്പൂണിത്തുറയും തൃശ്ശൂരും ആയിട്ടാണ് ജീവിതകാലം കഴിച്ചു കൂട്ടിയത്. അദ്ദേഹം അന്തരിക്കുമ്പോൾ കൊച്ചിയിലെ 11-ാം കൂറ് തമ്പുരാനാണ്. കുറേ കാലം കൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി രാജാക്കന്മാരൊക്കെ മിക്കവാറും വളരെ പ്രായം ആയതിനു ശേഷമാണ് മൂപ്പ് കിട്ടിയത്. 80-85 വയസ്സൊക്കെ ആകുമ്പോഴാണ് പലർക്കും മൂപ്പ് കിട്ടിയത്. 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അപൂർവം തന്നെ അതല്ലാത്തുള്ളൂ. ഇപ്പോൾ രാജർഷി തമ്പുരാൻ 10-20 കൊല്ലക്കാലം ഭരിച്ചു. ബാക്കി എല്ലാവരും 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അത്രയും പ്രായമായതിനു ശേഷമാണ് അധികാരത്തിന് വരിക. അപ്പോൾ ഈ ഓർമ്മയൊക്കെ നശിച്ച് പരമശുദ്ധന്മാരായിട്ടിരിക്കും. വി കെ ഒരുപാട് കഥ എഴുതിയിട്ടുണ്ട്. ഒരു കൊച്ചി തമ്പുരാനെ പറ്റി വി കെൻ്റെ ഒരു കഥയുണ്ട്. 86 വയസ്സായി തമ്പുരാൻ ഉറക്കമൊന്നും ഇല്ലാണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കൽ തമ്പുരാൻ ഉറക്കം വരാതിരിക്കുമ്പോൾ തുള്ളൽ പകർത്തും. അതാണ് തമ്പുരാൻ്റെ ഒരു ഹോബി. അച്ചടിച്ച തുള്ളൽ പാട്ട് വെച്ചിട്ട് പിന്നെ അതിങ്ങനെ പകർത്തിക്കൊണ്ട് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ചിരിച്ചു. കുഞ്ചൻ്റെ രസികനാണേ എന്ന് പറയും. അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങി തമ്പുരാൻ. അപ്പോൾ കാവൽക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങി. തമ്പുരാൻ അതിനെ തട്ടി വീട്ടി എനിക്ക് ആ ഇൻസ്പെക്ടർ കണ്ടാൽ എനിക്ക് ജോലി കൊണ്ടിട്ട് കഴിഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു. അത്ര ശുദ്ധന്മാരാണ് ഇവർ തള്ളി. തമ്പുരാൻ 11-ാം കൂറ് ആയിരിക്കുമ്പോഴാണ് മരിച്ചു പോയി.
അദ്ദേഹത്തിൻ്റെ അമ്മ കൊച്ചിക്കാവ് തമ്പുരാട്ടി എന്നൊരു സ്ത്രീയായിരുന്നു. കൊച്ചിക്കാവ് തമ്പുരാൻ എന്നാണ് പറയുക. കൊച്ചിയിലെ തമ്പുരാട്ടിമാരെയും തമ്പുരാൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറ്. സ്ത്രീകളെയും തമ്പുരാൻ എന്ന് തന്നെയാണ് പറയുക കൊച്ചി. എനിക്ക് തോന്നുന്നത് അത് അവിടെ ഈ ഇരിപ്പുകാരായിരുന്ന നമ്പൂതിരിമാർ വിളിച്ചു വന്ന രീതിയായിരിക്കും തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. ഈ കൊച്ചിക്കാവ് തമ്പുരാട്ടിയുടെ ഭർത്താവ് പാഴൂർ പടുതോൾ മനക്കൽ തുപ്പൻ നമ്പൂതിരിപ്പാടായിരുന്നു. തുപ്പൻ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടായിരുന്നു. ആ ബന്ധത്തിൽ ഈ അതായത് അപ്പൻ തമ്പുരാൻ്റെ അമ്മ കൊച്ചിക്കാവ് തമ്പുരാട്ടി, അവർക്ക് 5 മക്കളുണ്ട്. ഈ കൊച്ചിക്കാവ് തമ്പുരാട്ടിക്ക് 4 സഹോദരന്മാരുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ വെച്ചാൽ അതിലൊരു സഹോദരനാണ് വാഴ്ചയൊഴിഞ്ഞ തമ്പുരാൻ. വാഴ്ചയൊഴിഞ്ഞ തമ്പുരാൻ, രാജർഷി തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം 1914 രാജ്യഭരണം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി തീരുമാനിച്ചു. വലിയ ഉൽപ്പതിഷ്ണുമായിരുന്നു, വലിയ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജൊക്കെ തുടങ്ങിയത് അദ്ദേഹം ആണ്. KP കറുപ്പനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വലിയ രാമപ്രസാദിൻ്റെ അടുത്ത് വ്യാകരണം പഠിപ്പിക്കാൻ ഏർപ്പാടാക്കി. വ്യാകരണം പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ബിരുദം എടുത്തു കഴിഞ്ഞപ്പോൾ, പാസ്സായി കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുപോയി സെൻറ് തെരേസാസ് കോൺവെൻറ്റിൽ സംസ്കൃത അധ്യാപകനായി നിയമിച്ചത് ഈ രാജർഷി തമ്പുരാനാണ്. അന്ന് ബാലസമുദായത്തിൽപ്പെട്ട ഒരാളെ പിടിച്ചുകൊണ്ടുപോയി രാമപ്രസാദിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നീട് കൊച്ചി സർക്കാരിൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ എറണാകുളത്ത് വേക്കൻസി വന്നപ്പോൾ സെൻറ് തെരേസാസ് കോൺവെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് സർക്കാർ സർവീസിൽ ഗേൾസ് ഹൈസ്കൂളിൽ ചേർത്തു. ഗേൾസ് ഹൈസ്കൂളിൽ KP കറുപ്പൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ജോയിൻ ചെയ്തപ്പോഴാണ് അവിടുത്തെ കുറേ ഹിന്ദുക്കൾ, സവർണ ഹിന്ദുക്കൾ തമ്പുരാനെ ചെന്ന് കാണുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് വലിയ സങ്കടമായി. ഒരവർണ്ണൻ ബാലസമുദായത്തിൽപ്പെട്ട എടുത്ത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, അത് വലിയ ബുദ്ധിമുട്ടായി, അത് എന്തെങ്കിലും ചെയ്തു തരണമെന്ന്. തമ്പുരാൻ വളരെ ശാന്തനായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൽ നല്ല പണ്ഡിതനാണ്, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും വിചാരിച്ചിട്ടാണ്. ഇത്ര വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും നിയമിച്ചു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്ക് അവിടെ പഠിക്കാൻ വിഷമം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ TCക്ക് അപേക്ഷിച്ചോട്ടെ, ഞാൻ ഹെഡ് മിസ്ട്രസിനോട് പറയാം TC കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ പ്രശ്നം തോന്നുന്നത്. എളുപ്പം തോന്നി. പിന്നെ ഇവർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. അത്ര ഉൽപ്പതിഷ്ണുവായിരുന്ന ഒരാളായിരുന്നു ഈ വാഴ്ചയൊഴിഞ്ഞ തമ്പുരാൻ. മുറിയേടത്ത് ധാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ചില കഥകൾ പറയുന്നുണ്ടായിരുന്നു. സത്യമൊന്നും നമുക്ക് അറിയാനില്ല. ഈ തമ്പുരാൻ വലിയ സംസ്കൃത പണ്ഡിതനുമായിരുന്നു. അക്കാലത്താണ് ജർമ്മനിയിൽ നിന്നൊരു വലിയ സംസ്കൃത പണ്ഡിതൻ കൊച്ചിയിൽ ഇങ്ങനെ സംസ്കൃതത്തിലെ ഒരു വിദ്യാപീഠം ഉണ്ടെന്നറിഞ്ഞ് തമ്പുരാനെ കാണണം, സംസ്കൃതത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് കത്തിടപാട് നടത്തി. ജർമ്മൻകാരനാണ്. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ തൊട്ട് മുമ്പാണ് എന്നത് ആലോചിക്കുക. അവിടുന്ന് ലണ്ടൻ ഹൈ കമ്മീഷനിലേക്ക് അയച്ചു. അവിടുന്ന് വൈസ്രോയ്ക്ക് വന്നു. വൈസ്രോയ് ഇത് ആലോചിച്ച് ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അദ്ദേഹത്തിനോട് വന്ന് കണ്ടോളാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് ആരോ അതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി. ലോകമഹായുദ്ധം തുടങ്ങാനിരിക്കുകയാണ്. തുടങ്ങി എന്ന് തന്നെ പറയാം. ജർമ്മനിയും ഇംഗ്ലണ്ടും തമ്മിലാണ് 2 ചേരിയാണ് നിൽക്കുന്നത്. ജർമ്മൻകാരനൊരു സ്കോളർ ഇവിടെ വന്നിട്ട് പടിഞ്ഞാറേ തീരത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ കൊച്ചിയുടെ അധികാരിയായ തമ്പുരാനെ കാണുന്നത് അപകടമാവും, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് തീരുമാനമെടുത്ത് കഴിഞ്ഞാണ്, അതിന് പിന്നോട്ട് പോകാൻ വയ്യ. എന്നൊരു കാര്യം ചെയ്താൽ മതി, ഒരു ബ്രിട്ടീഷ് പ്രതിനിധി കൂടി ഈ സംഭാഷണത്തിൽ സാക്ഷിയാകും എന്ന് പറയും. അതിനകത്ത് ആയിക്കോളൂ, അതിനെന്താ. അങ്ങനെ ഒരു ബ്രിട്ടീഷ് പ്രതിനിധി സാക്ഷിയായിട്ട് വന്നു. ഈ ജർമ്മൻകാരനും വന്നു, തമ്പുരാനും വന്നു. എറണാകുളത്ത് കൃഷ്ണവിലാസം പാലസിൽ വെച്ചാണ് ഈ സംഭാഷണം നടക്കുന്നത്. ഈ ജർമ്മൻകാരനും തമ്പുരാനും സംസ്കൃതത്തിലാണ് സംസാരിച്ചത്. മറ്റേ ഇങ്ങനെ വരുത്തിയിട്ടുണ്ട്, അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും സംസ്കൃതത്തിലാണ് ആശയവിനിമയം ചെയ്തത്. അയാളെ വിളിച്ച് അപമാനിച്ച പോലെ അയാളത് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് പറയുന്നു തമ്പുരാന് വാഴ്ചയൊഴിയേണ്ടി വന്നു.
എന്നെ വാഴ്ച കഴിഞ്ഞ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയാറ്. അപ്പം തമ്പുരാന് ഈ സംസ്കൃത ഭാഷയോടും പാണ്ഡിത്യത്തോടുമുള്ള ഒരു മമത വന്ന ഒരു കൈവഴി അതാണ്. പിന്നെ ആ കൊച്ചിക്കാവ് തമ്പുരാട്ടിയുടെ രണ്ടാമത്തെ സഹോദരൻ ഞാനും കൂടെ തീപ്പെട്ട തമ്പുരാൻ കൊച്ചി രാജാക്കന്മാരെ പറ്റി എങ്ങനെ എനിക്കറിയാം. അവരെവിടെ മരിച്ചു എന്ന് വെച്ചാൽ ആ സ്ഥലം വെച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല മരിച്ചു എന്നല്ല, തീപ്പെട്ട എന്നാണ് അവരുടെ വാക്ക്. തീപ്പെട്ട തമ്പുരാൻ അങ്ങനെയൊരു രീതിയുണ്ട്. തിരുവിതാംകൂറാണെങ്കിൽ നാട് നീങ്ങി എന്നാണ് പറയുക. സാമൂതിരിയാണെങ്കിൽ വൈഷമ്മിച്ചു എന്നാണ്, വാദം കൊണ്ട് വൈഷമ്മിച്ചു എന്നാണ് പറയുന്നത്. സാമൂതിരിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തമ്പുരാക്കന്മാരും എല്ലാ സാമൂതിരിമാരും വാദം കൊണ്ട് വൈഷമ്മിച്ചതായിട്ടുള്ളതാണ്. അർത്ഥത്തിലാണ് കൊച്ചി തമ്പുരാൻ ചൊവ്വര താമസിച്ച് പെരിയാറിന് കുളിക്കാൻ പോയപ്പോൾ മുങ്ങി വെച്ചൊരു തമ്പുരാനുണ്ട്. അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തുന്ന പുഴയിൽ തീപ്പെട്ട തമ്പുരാൻ എന്നാണ്. അതാണ് തീപ്പെട്ട നല്ലൊരു സാങ്കേതിക പദം ആയിട്ടാണ് ഈ കൽപ്പിച്ചിരിക്കുന്നത്. ഈ ഇരിഞ്ഞാലക്കുട തീപ്പെട്ട തമ്പുരാൻ വലിയ ഉൽപ്പതിഷ്ഠുവായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. അപ്പം തമ്പുരാന് പുസ്തകം വായിക്കുക എന്നുള്ള ശീലം കിട്ടിയത് അദ്ദേഹത്തിൽ നിന്നാണ്. മൂന്നാമത്തെ സഹോദരൻ കുഞ്ഞുട്ടി തമ്പുരാൻ എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ശരി പേര് രവിവർമ്മ ഒന്നായിരുന്നു. രവിവർമ്മ കൊച്ചി തമ്പുരാക്കന്മാർക്ക് 3 പേരേ ഉള്ളൂ. രാമവർമ്മ, രവിവർമ്മ, കേരളവർമ്മ, ഈ 3 പേരേ ഉള്ളൂ. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞൻ ചേർന്ന് ചേർത്ത് പോവുകയാണ്. ഇദ്ദേഹം വലിയ വൈദ്യനാണ്. വലിയ അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സിദ്ധേശ്വരാനന്ദൻ എന്ന പേരിൽ ഈ തമ്പുരാൻ്റെ ഒരു മകൻ രാമകൃഷ്ണ മിഷനിൽ സന്യാസിയായിട്ട് പാരീസിൽ വളരെ കാലം ഉണ്ടായിരുന്നു. രാമകൃഷ്ണ മിഷനുമായിട്ട് അപ്പം തമ്പുരാൻ ബന്ധപ്പെടുന്നത് ഈ ചാർച്ച വഴിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകനാണ് സിദ്ധേശ്വരാനന്ദനായിത്തീർന്നത്. ആ രീതിയിലാണ് ബന്ധം. തമ്പുരാട്ടിയുടെ 4ാമത്തെ സഹോദരൻ പഴയ കാലത്തെ പ്രശസ്തനായ ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്, ഡോക്ടർ കെ എൻ മേനോൻ. മഹാരാജാസിലെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്ന ഡോക്ടർ കെ എൻ മേനോൻ. അത് ഈ കൊച്ചിക്കാവ് തമ്പുരാട്ടിയുടെ 4ാമത്തെ സഹോദരൻ്റെ മൂത്ത മകനാണ്. അദ്ദേഹം, അതായത് അപ്പം തമ്പുരാൻ്റെ അമ്മാവൻ്റെ മകൻ, കെമിസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയമായിരുന്നു. അപ്പം തമ്പുരാന് കെമിസ്ട്രിയിൽ താല്പര്യം ഉണ്ടാക്കി കൊടുത്ത് ആ പയ്യനുണ്ട്. ഇവർ അങ്ങനെ കുടുംബ പാരമ്പര്യമുണ്ട്. അപ്പം തമ്പുരാന് ഒരു സഹോദരിയും 4 സഹോദരന്മാരും ആണ് ഉണ്ടായത്. മൂത്തയാൾ ഒരു കുഞ്ഞിക്കാവമ്മ എന്ന പേരായിട്ട് തമ്പുരാട്ടിയാണ്. അങ്ങനെ സാധാരണ പണക്കൊണ്ടിട്ടുണ്ട്. 2ാമത്തെ ആൾ രാമവർമ്മ എന്നൊരാൾ, അദ്ദേഹത്തെ കൊച്ചുണ്ണി തമ്പുരാൻ എന്നാണ് വിളിച്ചിരുന്നത്. 3ാമത്തെ ആൾ കേരളവർമ്മ, കേരളവർമ്മയെ കുഞ്ഞിക്കിടാവ് തമ്പുരാൻ എന്നാണ് പറയാറുള്ളത്. 4ാമത്തെ ആൾ ആണ് ഒരു രവിവർമ്മ. ഏറ്റവും അവസാനമാണ് രാമവർമ്മ അപ്പം തമ്പുരാൻ. രാമവർമ്മ അപ്പം തമ്പുരാൻ ജനിച്ചിട്ട് 2 വർഷത്തിനകം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. അപ്പം തമ്പുരാൻ തന്നെ അത് എഴുതിയിട്ട് അമ്മയെ കണ്ട ഓർമ്മയില്ലായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് മുഖച്ഛായൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. 2 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അന്ന് അവരെ വിവാഹം കഴിച്ചിരുന്ന നമ്പൂതിരിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ അദ്ദേഹം പുനർവിവാഹം കഴിച്ചില്ല. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൃപ്പൂണിത്തുറ വരും മക്കളെ കാണാൻ, മക്കളുടെ ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു. അത് അന്നത്തെ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സ്വന്തം ഭാര്യ മരിച്ചതിന് ശേഷം സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്പൂതിരി 2 or 3 വിവാഹം കഴിക്കും. വയസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ധർമ്മവേണി എന്ന് പേരിട്ടൊരു വിവാഹം കഴിക്കും. സ്ത്രീധനം വാങ്ങാണ്ട് അതാണ് ധർമ്മവേണി കഴിക്കുന്നത്. അങ്ങനത്തെ കുത്തഴിഞ്ഞൊരു ജീവിതം ഉണ്ടായിരുന്ന കാലത്താണ് ചെറുപ്പക്കാരനായ ഈ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഈ പടുകോൾ സുബ്രഹ്മണ്യ നമ്പൂതിരി ഭാര്യ മരിച്ചിട്ട് വേറെ വിവാഹം കഴിച്ചിരുന്നു. മാത്രമല്ല മക്കളെ അന്വേഷിച്ച് വരികയും ചെയ്യുമായിരുന്നു. അവരുടെ ക്ഷേമകാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിയിരുന്നു. അപ്പം തമ്പുരാനെ വളർത്തിയത് മാതൃ സഹോദരിയായ അമ്മുത്തമ്പുരാൻ എന്നൊരു സ്ത്രീയാണ്.
അമ്മയുടെ സ്ഥാനത്ത് അമ്മുത്തമ്പുരാനാണ്. മാത്രമല്ല അപ്പം തമ്പുരാൻ്റെ അമ്മയുടെ ഒരു പരിചയക്കാരി കുഞ്ചി തമ്പാട്ടി എന്നു പേരായിട്ട് തിരുവൽപ്പാട് സമുദായത്തിൽപ്പെട്ടവരാണ് തമ്പാട്ടിമാർ. കുഞ്ചി തമ്പാട്ടി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കുഞ്ചി തമ്പാട്ടിയും അമ്മുത്തമ്പുരാനും കൂടിയാണ് ഈ കുട്ടിയെ വളർത്തിയത്, ദാമോദരനെ വളർത്തിയത്. ഈ കുഞ്ചി തമ്പാട്ടിയാണ് അപ്പൻ എന്ന് പേരിട്ടത്. അങ്ങനെയാണ് അപ്പം തമ്പുരാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് തൻ്റെ ഏമ്മയുടെയും അവരുടെ സഹോദരിയുടെയും വാത്സല്യത്തിലാണ് ഈ കുട്ടി വളർന്നു വന്നത്. അത് ആദ്യം പഠിച്ചത് അന്നൊരു 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ചാഴൂർ കോവിലകത്തെ ഒരു കൊച്ചുണ്ണി തമ്പുരാൻ്റെ കീഴിലാണ് സംസ്കൃതം പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് അധികകാലമൊന്നും ഉണ്ടായില്ല. കഷ്ടിച്ച് ഒരു 5-6 മാസക്കാലം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഈ വാഴ്ച കഴിഞ്ഞ തമ്പുരാൻ തിരുവനന്തപുരത്ത് തൃശ്ശൂർക്ക് താമസം മാറ്റിയപ്പോൾ ഇയാളെ കൂടെ പോയി 2 കൊല്ലം തൃശ്ശൂർ താമസിക്കുകയുണ്ടായിരുന്നു. അന്ന് കാര്യമായിട്ടുള്ള പഠനമൊന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 6 വയസ്സിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. പല അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളുമൊക്കെ ഉണ്ട് കൈവശം. അത് വായിക്കാനൊക്കെ ഉള്ള ഉത്സാഹം കാണിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കാര്യമായ പഠനമൊന്നും അദ്ദേഹം നടന്നില്ല. തൃശ്ശൂർ കഷ്ടിച്ചൊരു 1.5 കൊല്ലക്കാലം താമസിച്ചില്ല. 1883 തിരിച്ച് തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സാണ്. 8 വയസ്സ് കഴിഞ്ഞു. 1883 1875 ജനനം. 83 8 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തൃശ്ശൂർ എത്തിയത്. വീണ്ടും തൃപ്പൂണിത്തുറ എത്തിയത്. തൃപ്പൂണിത്തുറ വെച്ചാണ് കൃത്യമായ പഠനം ആരംഭിക്കുന്നത്. ഒരു തൃക്കോവിൽ ഈച്ചര വാര്യർ എന്നൊരാളാണ് സംസ്കൃതത്തിലെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. പക്ഷേ സംസ്കൃതത്തിലെ ഉപരിഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത് അന്ന് അവിടുത്തെ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ വ്യാകരണ അധ്യാപകനായിരുന്ന വലിയ രാമപിഷാരടി എന്നൊരാളാണ്. അവരുടെ കീഴിലാണ് അപ്പം തമ്പുരാൻ സംസ്കൃതം പഠിപ്പിച്ചത്. പിന്നെ ഇംഗ്ലീഷും പഠിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരു സായിവ് തന്നെയാണ്, റോബർട്ട് വൈറ്റ് എന്ന പേരായിട്ട് കൊച്ചിയിൽ താമസമുണ്ടായിരുന്ന ഒരു സായിവ്. റോബർട്ട് വൈറ്റിൻ്റെ അടുത്ത് നിന്ന് ഇംഗ്ലീഷ്, അങ്ങനെ ഇംഗ്ലീഷും സംസ്കൃതവും ആണ് അദ്ദേഹം പഠിച്ചത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ജീവിതകാലം മുഴുവൻ അപ്പം തമ്പുരാൻ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചു, രാമപിഷാരടിയിൽ നിന്ന് സംസ്കൃത വ്യാകരണം പഠിച്ചു, കാവ്യങ്ങളൊക്കെ തൃക്കോവിൽ ഇച്ചിരവാരിൽ നിന്ന് പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥിരതാമസമായി. തൃശ്ശൂരിൽ സ്ഥിരതാമസമായപ്പോൾ ആറ്റൂർ പിഷാരടിയിൽ നിന്നാണ് ന്യായശാസ്ത്രം പഠിക്കുന്നത്. ന്യായം പഠിക്കുന്നത് ആറ്റൂരിൻ്റെ അടുത്ത് നിന്നാണ്. അന്ന് മംഗളോദയത്തിൽ പ്രവർത്തിച്ചിരുന്ന അനന്തനാരായണ ശാസ്ത്രികളിൽ നിന്നാണ് വ്യാകരണം പഠിക്കുന്നത്. പിന്നീട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം വൈദ്യം പഠിച്ചു. അങ്ങനെ ആരെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അതിന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥി കൂടിയായിരുന്നു അപ്പം തമ്പുരാൻ. ഈ അനന്തനാരായണ ശാസ്ത്രികളുടെ അടുത്ത് നിന്ന് വ്യാകരണം പഠിച്ചപ്പോഴാണ് ശുദ്ധമായ ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് വൈഭവം കിട്ടിയത്. ഈ അനന്തനാരായണ ശാസ്ത്രിയെ പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് ഒരു വാക്ക് തെറ്റി പ്രയോഗിച്ചു കഴിഞ്ഞാൽ കരച്ചിൽ വരും. അത്ര ശുദ്ധാത്മാവാണ്, സങ്കടമാണ്. അത് കാരണം എല്ലാ വാക്കും അനന്തനാരായണ ശാസ്ത്രികൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മഹാരാജാസിൽ പഠിക്കുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്തു. പക്ഷേ അനന്തനാരായണ ശാസ്ത്രികളെ പറ്റിയുള്ള കഥകൾ ഇപ്പോഴും മഹാരാജാസിലുണ്ട്. ആ നിരീക്ഷണത്തിൽ ആ കഥകളൊക്കെ ഉണ്ട്. ഈ അനന്തനാരായണ ശാസ്ത്രികളുടെ ഒരു മകൻ പിന്നീട് ഇംഗ്ലീഷ് MA പാസ്സായി മഹാരാജാസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടുണ്ട്. ഒരു ബാലകൃഷ്ണൻ എന്നിവരായിട്ട് അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഈ പുറത്തേക്കാളുള്ള സീനിയറാണ്. ഇടം മരിച്ചു. ഈ അന്നത്തെ ഒരു സംസ്കൃത പ്രൊഫസർ ഈ ബാലകൃഷ്ണൻ BA പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമാണ്. അന്ന് സംസ്കൃതം പഠിപ്പിച്ചിരുന്ന ഒരാൾ ഏതോ ഒരു സംസ്കൃത വാക്കിൻ്റെ ഒരു രൂപം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബാലകൃഷ്ണൻ എനിക്ക് പറഞ്ഞു, അത് അങ്ങനെയല്ല മാഷേ, അതിങ്ങനെയാണ്. അങ്ങനത്തെ ഇഷ്ടമായില്ല. ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു എന്നാണ്. ആരാ അച്ഛൻ? അനന്തനാരായണ ശാസ്ത്രികളാണ്.
ഉടനെ പ്രൊഫസർ എന്നാളാ ശരി, എന്നാളാ ശരി. പിന്നെ ഒരു തർക്കമുണ്ടായിരുന്നില്ല. ഈ അന്തനാരായണ ശാസ്ത്രിയെ പറ്റി നേരെ പോക്കായിട്ട് ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ ലോ കോളേജിൽ തൃശ്ശൂർ ലോ കോളേജിൻ്റെ മുമ്പിൽ അവിടെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് നടന്നാണ് മഹാരാജാസ് കോളേജിലേക്ക് വരിക. അപ്പം ബോട്ട് ജെട്ടിയുടെ മുമ്പിൽ കൂടിയൊക്കെയാണ് നടന്നു പോകേണ്ടത്. ഈ ബോട്ട് ജെട്ടിയുടെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് അവിടെ ഒരു കണ്ണുകൊണ്ടിരുന്ന് പിച്ചയായിരിക്കുന്നില്ല. അയാളിങ്ങനെ വിളിച്ചു പറയുന്നത്, കണ്ണ് കാണാത്ത കുരുടന് വല്ലതും തരണേ, കണ്ണ് കാണാത്ത കുരുടന് വല്ലതും തരണേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മുമ്പിൽ ഇങ്ങനെ ഒരു മുഷിനെ കച്ചമുണ്ടും വെച്ച് ഇയാൾ ഇരിക്കുകയാണ്. എന്നിട്ട് ശിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തനാരായണ ശാസ്ത്രി ഇദ്ദേഹത്തെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണ് കാണാത്ത കൊണ്ടുകൊണ്ട് വല്ലതും തന്നെ. കുറച്ച് നേരം ഒരു 10-15 അടി നടന്നു കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രി ഇത് കേട്ടു. വേഗം തിരിച്ചു വന്ന് ഇയാളോട് പറഞ്ഞു, അതെ, കണ്ണ് കാണാത്ത കുരുടൻ ഇത് വേണ്ട, ഒന്നുകിൽ കുരുടൻ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത, ഇല്ലെങ്കിൽ പൗനരുക്രിയം എന്ന കാവ്യദോഷമാണ്. അത്ര ശുദ്ധനായ ഒരാളായിരുന്നു ഈ അനന്തനാരായണ ശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് തമ്പുരാൻ ഭാഷ പഠിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശുദ്ധമായ മലയാളം എഴുതുന്നത് അപ്പം തമ്പുരാന് അനന്തനാരായണ ശാസ്ത്രിയാണ് പഠിപ്പിക്കുന്നത്. ആ ശൈലിയെപ്പറ്റി ആരെന്തെഴുതിയാലും അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അപ്പം തമ്പുരാൻ്റെ ഗദ്യത്തെപ്പറ്റി പറഞ്ഞത് സംഗീത ഗദ്യം എന്നാണ്. അങ്ങനെ മറ്റൊരാളും വിശേഷിപ്പിച്ചിട്ടില്ല. സംഗീത ഗദ്യം എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അത്ര ശുദ്ധമായിട്ടുള്ള മലയാളം ആണ് അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ എല്ലാ വിഷയത്തിലും തമ്പുരാന് താല്പര്യമുണ്ട്. സാളഗ്രാമങ്ങളുടെ ഗുണം നിശ്ചയിക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് ആചാര്യരുടെ അടുത്തുണ്ട്. എനിക്ക് തോന്നുന്ന ഈ അനന്തനാരായണൻ ഈ അപ്പം തമ്പുരാൻ കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വിഷയത്തിലും താല്പര്യമായിട്ട് മറ്റൊരാളുണ്ടായിരുന്നു എൻ വി കൃഷ്ണവാര്യർ. ബാക്കി ആരുമില്ല. എൻ വി കൃഷ്ണവാര്യരെ പറ്റി പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ടല്ലോ. എൻ വി കൃഷ്ണവാര്യർ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനുമായിട്ട് EMS ഒരു പോലീസുകാരനുമായിട്ട് സംസാരിക്കുകയാണ്. അത് കാരണം എന്നെ കാത്തിരുന്നിപ്പോൾ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ അതെ പോലീസിനെ പറ്റിയൊരു പുസ്തകം എഴുതിത്തരാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന കാലത്താണ് ഈ ഒരു താല്പര്യം. ഏത് വിഷയം ആര് പറഞ്ഞാലും അത് പഠിക്കാനില്ല. അക്കാലത്താണ് അപ്പം തമ്പുരാൻ വട്ടെഴുത്ത് പഠിച്ചത്. അതുപോലെ തന്നെ കോലെഴുത്തുകളെ പറ്റി പഠിച്ചത്, പ്രാചീന ഗ്രന്ഥാക്ഷരങ്ങളെ പറ്റി പഠിച്ചത്. ഇതൊക്കെ പിൽക്കാലത്ത് ചരിത്ര ഗവേഷണത്തിൽ അദ്ദേഹത്തിന് വളരെ സഹായകമായിരുന്നു. അനുസ്യൂതം പഠിക്കുക. ഇതായിരുന്നു അപ്പം തമ്പുരാൻ്റെ ജീവിത ലക്ഷ്യം ആയിക്കഴിഞ്ഞിരുന്നത്. ഗ്രന്ഥാക്ഷരങ്ങൾ ഒക്കെ അക്കാലത്ത് പഠിച്ചിരുന്നു. മാത്രമല്ല ഈ എറണാകുളം മഹാരാജാസ് കോളേജ് ഹൈസ്കൂൾ എന്നാണെന്ന് പറയാം. അവിടെ വെച്ചാണ് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായത്. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തമ്പുരാന് തൻ്റെ അമ്മാവൻ്റെ കെമിസ്ട്രി പാരമ്പര്യം, അമ്മാവൻ്റെ മകൻ്റെ കെമിസ്ട്രി പാരമ്പര്യം കിട്ടി. കെമിസ്ട്രി കൂടുതൽ പഠിക്കണം എന്ന് തോന്നി. അന്ന് മഹാരാജാസിൽ സയൻസ് ഗ്രൂപ്പില്ല. അതുകൊണ്ട് അദ്ദേഹം മദ്രാസിയിൽ പ്രസിഡൻസി കോളേജിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള പഴയ ഗ്രൂപ്പ് അതെടുത്താണ് അദ്ദേഹം ഇൻ്റർമീഡിയറ്റിന് പഠിച്ചത്. ഇൻ്റർമീഡിയറ്റിന് സംസ്കൃതം തന്നെയായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. പക്ഷേ അക്കാലത്ത് മദ്രാസിയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുപട്ടണം വരാൻ ചെയ്തു. അവരുടെ എന്തോ ഒരു കണക്ഷനാണ്. അതുപോലെ തന്നെ കൊച്ചുണ്ണി തമ്പുരാൻ ഇടയ്ക്കൊക്കെ മദ്രാസിൽ പോയി താമസിക്കും. ഇവരുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി ക്രമേണ അവർ രണ്ടുപേരും സംസ്കൃതത്തിലെ മഹാപണ്ഡിതന്മാരാണ്. അവരിൽ നിന്ന് ആ സംസ്കൃത പ്രതിപത്തി കൊണ്ടായിരിക്കാം അപ്പം തമ്പുരാൻ എടുത്തത്. പക്ഷെ ക്രമേണ മലയാളത്തിലേക്ക് കാല് മാറി ചവിട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നീട് തമ്പുരാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായി BA പരീക്ഷയ്ക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി മെയിൻ എടുക്കുകയും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആക്കി. അങ്ങനെയാണ് മലയാളം പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം ഡിഗ്രി എടുത്തില്ല, പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇൻ്റർമീഡിയറ്റിന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അപ്പം തമ്പുരാന് 22 വയസ്സാണ്. അക്കാലത്താണ് അദ്ദേഹം വിവാഹിതനാവുന്നത്. വടക്കാഞ്ചേരിയിലെ
ഉള്ളനാട്ട് തറവാട്ടിലെ അപ്പുണ്ണി പണിക്കരുടെയും അമ്പാട്ട് വടക്ക് മുടവക്കാവിൽ അമ്മക്കുട്ടിയുടെയും മകളായിട്ടുള്ള നാനിക്കുട്ടി എന്നൊരു സ്ത്രീയാണ് അപ്പം വിവാഹം വെച്ചത്. നാനിക്കുട്ടി എന്നാണ് ഇവരുടെ പേര്. വിവാഹത്തിലാവുമ്പോൾ നാനിക്കുട്ടിക്ക് 14 വയസ്സാണ്. ഈ തമ്പുരാന് 22 വയസ്സുണ്ടായി. സാധാരണ നിലയിൽ കൊച്ചി തമ്പുരാക്കന്മാർ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് മുന്നോട്ട് വരും, ഒന്ന് കാണും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഒന്നും പറയാനില്ല അവർക്ക്. അങ്ങനെയായിരുന്നു അവരൊരു ജീവിത രീതി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം തമ്പുരാൻ അങ്ങനെയല്ല ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം തമ്പുരാൻ പഠിക്കുകയാണ്, കെമിസ്ട്രി പഠിക്കുകയാണ്. ഈ സ്ത്രീയെ കൂടെ കൊണ്ടു, 14 വയസ്സായ പെൺകുട്ടിയെ കൂടെ കൊണ്ടു. എന്നിട്ട് മദ്രാസിൽ ഒരു വീടെടുത്ത് അവിടെ താമസിച്ചു. എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയെ നാട്ടിൻപുറത്തുകാരി 14 വയസ്സുകാർ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാട്ടിൻപുറത്തൊരു 14 വയസ്സുകാരിക്ക് എന്ത് വിവരം കിട്ടാനാണ്? എഴുതും വായനയൊക്കെ അറിയാം, അമ്പലത്തിലെ കഥകളി കണ്ടിട്ടുണ്ട്, കഥകളി കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവരുടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അത് പോരാ എന്ന് പറഞ്ഞ് അപ്പം തമ്പുരാൻ അവിടെ കൊണ്ടുപോയിട്ട് ആ സ്ത്രീയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ആ സ്ത്രീ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് പഠിക്കുക മാത്രമല്ല, ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സായിബന്മാരും മദാമ്മമാരും അംഗമായിരുന്ന ഒരു ക്ലബിൽ അംഗത്വം എടുത്തു ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി. ഇപ്പോഴും ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് MA ഒക്കെ പാസ്സായിട്ടുണ്ടാവും. പക്ഷേ സാഹിത്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇപ്പം മലയാളിക്ക് മനസ്സിലാവും, ഇപ്പോഴും മനസ്സിലാവും. ഏക സമാധാനം, മലയാളി ഇംഗ്ലീഷ് പറഞ്ഞാൽ സാഹിബിന് അത്രയും കൂടെ മനസ്സിലാവില്ല. അതാണ് ഈ പെൺകുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തു. അന്ന് വലിയ പരിഷ്കാരികൾ ഒറ്റ കുതിരയെ പൂട്ടിയ വണ്ടി ഓടിക്കുകയായിരുന്നു. ഡോഗ് കാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഒറ്റ കുതിരയെ പൂട്ടിയ വണ്ടി. ഈ പെൺകുട്ടിയെ കുതിര വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. അവരൊറ്റയ്ക്ക് ഒറ്റ കുതിരയെ പൂട്ടിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നു. അവരെ ടെന്നീസ് ക്ലബിൽ അംഗമാക്കി ടെന്നീസ് കളിക്കാൻ പഠിപ്പിച്ചു. ആ സ്ത്രീ ടെന്നീസ് കളിച്ചിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ മദ്രാസിൽ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ടെന്നീസ് കളിക്കാൻ പഠിപ്പിക്കുക, കുതിരവണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക, സായിബന്മാർ അംഗമായിട്ടുള്ള ഒരു ക്ലബിൽ അംഗത്വം നേടിക്കൊടുക്കുക. ഇതൊക്കെ എന്തുമാത്രം ഉൽപ്പതിഷ്ണത്വമായിരുന്നു. മാത്രമല്ല, ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച് അപ്പം തമ്പുരാനും മക്കൾ കൂടിയാണ്. ക്രിക്കറ്റ് കളിച്ച് അപ്പം തമ്പുരാനും എന്ന് മാത്രമല്ല, അപ്പം തമ്പുരാൻ മുൻകൈ എടുത്തിട്ടാണ് തൃപ്പൂണിത്തുറ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് തുടങ്ങിയത്. ഈ യൂറോപ്പിലും നല്ല ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് തുടങ്ങിയത് തൃപ്പൂണിത്തുറയാണ്. അപ്പം തമ്പുരാനായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ഇവരെ കളി കണ്ടെത്തിയത് എന്താണെന്ന് മനസ്സിലാവാണ്ട് വെൺമണി ഇതിനെപ്പറ്റി ഒരു ശ്ലോകം എഴുതി ക്രിക്കറ്റിനെ പറ്റി. ഇത് കണ്ടുകൊണ്ടാണ്. അങ്ങനെ കേരളീയമായൊരു ചരിത്രം കൂടി ഉണ്ട് ക്രിക്കറ്റിന് ഞാൻ പറഞ്ഞു വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളുടെ തോളത്ത് കൈയിട്ട് നിൽക്കാൻ അപ്പം തമ്പുരാന് വലിയ താല്പര്യം ആയിരുന്നു. ഈ സ്ത്രീയുമായിട്ട് മദ്രാസിൽ അദ്ദേഹത്തിന് പക്ഷെ ഡിഗ്രി പരീക്ഷ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് സത്യസന്ധതയുടെ ഒരംശം കൂടി അതിനോട് ബന്ധപ്പെട്ടുണ്ട്. ആദ്യത്തെ തവണ പരീക്ഷ എഴുതിയപ്പോൾ തമ്പുരാൻ തോറ്റു, കെമിസ്ട്രി പരീക്ഷയ്ക്ക് തോറ്റു. രണ്ടാമത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒരാൾ അപ്പം തമ്പുരാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പണം തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തരാം, ആ പരീക്ഷയ്ക്ക് പാസ്സാവാതെ എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ പേപ്പർ ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇന്ന ആളുടെ അടുത്തുണ്ട്. യൂണിവേഴ്സിറ്റി അന്വേഷിച്ചപ്പോൾ വാസ്തവമാണ്. അത് യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്ലാർക്ക് മുഖാന്തരം ഇയാളെ കൈവശപ്പെടുത്തിയാണ്. ആ ക്ലാർക്കിനെ ജോലിയിൽ നിന്ന് പിരിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞത് തനിക്കൊരു നേട്ടം കിട്ടുന്നതിന് സാധാരണ നിലയിൽ ആരും അറിയാൻ പോകുന്നില്ലല്ലോ. കാരണം കൊച്ചി രാജ്യത്തെപ്പെട്ട ഒരു തമ്പുരാൻ്റെ പേരിൽ ഒരു അന്വേഷണമൊന്നും അക്കാലത്ത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് വേണമെങ്കിൽ തമ്പുരാൻ ജയിക്കായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഈ സത്യദീക്ഷ അവസാന കാലം വരെ അദ്ദേഹം പാലിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം തമ്പുരാൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരിച്ചപ്പോൾ കുറേ ഇംഗ്ലീഷ് പുസ്തകവും കുറേ പണവും
അപ്പം തമ്പുരാന് കിട്ടുകയുള്ളൂ. അതൊക്കെ ചിലവാക്കാതെ വെച്ചിട്ട് തോന്നുന്നു. അക്കാലത്താണ് അപ്പം തമ്പുരാന് തോന്നിയത് മലയാളത്തിൽ ഒരു നല്ല മാസിക വേണം എന്ന്. ആ മാസികയാണ് രസികരഞ്ജിനി എന്ന പേരിൽ നമുക്ക് കിട്ടുന്ന മാസിക. അത് 3000 ഉറുപ്പ്യാണ് തമ്പുരാൻ്റെ കൈവശമുണ്ടായിരുന്നത്. ഈ 3000 ഉറുപ്പ്യയും രസികരഞ്ജിനിക്ക് വേണ്ടി ചിലവാക്കും. രസികരഞ്ജിനിക്ക് പറ്റിയൊരു പത്രാധിപരെ വേണം. അതന്വേഷിച്ചപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാനുണ്ട്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പത്രാധിപത്യം ഏറ്റെടുത്തു. ഉപപത്രാധിപരായിട്ട് അപ്പം തമ്പുരാൻ. ഈ രസികരഞ്ജിനി 49 ലക്കം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 4 കൊല്ലം 4 കൊല്ലവും 1 മാസം 49 ലക്കം ആണ് പ്രസിദ്ധപ്പെടുത്തിയത്. പക്ഷെ അക്കാലത്തെ ഏറ്റവും മികച്ച മാസിക അതായിരുന്നു. സാമ്പത്തികമായ ഒരുപാട് ക്ലേശം വന്നു. ഈ ക്ലേശം വന്നു കഴിഞ്ഞപ്പോൾ ആരും വരിസംഖ്യ കൊടുക്കുന്നില്ല. തമ്പുരാന്മാരുടെ പേപ്പറിൽ നിന്ന് വരിസംഖ്യ വെച്ചിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. പക്ഷേ ഈ വരിസംഖ്യ തിരിക്കാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിൽ പകുതി ആളുകളും കള്ള അഡ്രസ്സിലാണ് ഇത് വന്ന് വരുത്തിക്കൊണ്ടിരുന്നത്. അതോടുകൂടി മനസ്സ് മടുത്തു കുട്ടവന്തരാണ്. ഇനി പണം മുടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പ്രസിദ്ധീകരണം നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ മലയാളത്തിലെ മാസിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതാണ് ഈ രസികരഞ്ജിനി എന്നുള്ള മാസിക. അതിലാണ് ഉണ്ണുനീലി സന്ദേശം എന്നുള്ള കാവ്യം ആദ്യം പ്രസിദ്ധപ്പെടുത്തുന്നത്. മലയാളത്തിൽ പിന്നീട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഉണ്ണുനീലി സന്ദേശം രസികരഞ്ജിനിയാണ് പ്രസിദ്ധപ്പെടുത്തിയത്. വ്യാഖ്യാനമൊന്നുമില്ല, വെറുതെ ആ കാവ്യം മാത്രമേ. മലയാളത്തിൽ ഒരു നോവൽ ആദ്യം സീരിയലൈസ് ചെയ്യുന്നത് രസികരഞ്ജിനിയാണ്. അപ്പം തമ്പുരാൻ ഒരു ദുർമരണം എന്ന പേരായിട്ട് ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതി. തമ്പുരാൻ കെമിസ്ട്രി പഠിച്ചതിൻ്റെ അല്പം ബാക്കി നമുക്ക് കിട്ടിയതാണ്. ഒരാളെ വിഷം കൊടുത്ത് കൊല്ലുന്നതും ഒരു കെമിസ്റ്റ് വന്ന് ഇയാളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ സെക്രേഷൻസ് ഒക്കെ എടുത്ത് അത് ഇന്ന വിഷമാണ് എന്ന് കണ്ടുപിടിച്ച് ആ വിഷം ആരുടെ കൈവശമായിരുന്നു എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിട്ടൊരു കഥയാണ്. കഥ നടക്കുന്നത് മുണ്ടശ്ശേരി മാഷ് ആ നോവലിനെ പറ്റി പറഞ്ഞത് അത് അയ്യന്തോൾ പരിസരമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ബാക്കിയൊക്കെ കൽപ്പനയാണ്. ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് 8 ലക്കങ്ങളായിട്ടാണ് രസികരഞ്ജിനിയിൽ പ്രസിദ്ധപ്പെടുത്തിയത്. ഒരു ദുർമരണം എന്ന പേരിലായിരുന്നു അത് സീരിയലൈസ് ചെയ്തത്. ഒരു ദുർമരണം ഉണ്ടായിട്ട് മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യകാല കുറ്റാന്വേഷണ നോവലുകളിലൊന്ന് ഈ ഒരു ദുർമരണം എന്നുള്ളതാണ്. രസികരഞ്ജിനിയുടെ മാത്രമല്ല ഒരുപാട് ലേഖനങ്ങൾ രസികരഞ്ജിനിയിൽ വന്നിട്ടുണ്ട്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എഴുതിയതായിട്ടും അപ്പം തമ്പുരാൻ എഴുതിയതായിട്ടും 2 പേരും ചേർന്ന് എഴുതിയതായിട്ടും അതാണ്. പല വിധത്തിലുള്ള അവർക്ക് പേരുകൾ പലതാണ്. ചില ലേഖനങ്ങളുടെ ഓതറിൻ്റെ പേര് RV എന്ന് മാത്രമാണ്. RV എന്ന് വെച്ചാൽ രാമവർമ്മ എന്നുള്ളതിലാണ്. ചില ലേഖനങ്ങൾ ചരിത്രപ്രിയൻ എന്നാണ്. എഴുതിയ പേര് ചരിത്രപ്രിയൻ എന്നാണ്. അത് കുഞ്ഞുകുട്ടൻ തമ്പുരാനും ആവാം, അപ്പം തമ്പുരാനും ആവാം. 2 പേർക്കും ചരിത്രത്തിൽ പ്രിയം ഉണ്ടായിരുന്നതാണ്. ചരിത്രപ്രിയൻ എന്ന പേരിൽ ഒരു ലേഖനത്തിൻ്റെ ഓതറിൻ്റെ പേരിൽ ഭ്രമമില്ല എന്നാണ്. എഴുതിയ ആളുടെ പേരിൻ്റെ സ്ഥാനത്ത് പേരിൽ ഭ്രമമില്ല എന്നാണ് ചരിത്രത്തിൽ. പല ലേഖനങ്ങളിലും അന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഉദാഹരണമായിട്ട് കടവല്ലൂർ അന്യോന്യത്തിൻ്റെ എല്ലാ കാലത്തെയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തവണയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ സ്വവനീറുകളൊക്കെ പുറത്തപ്പെട്ടു. ഈ സ്വവനീറുകളിൽ പറയുന്ന കടവല്ലൂർ അന്യോന്യത്തെ പറ്റിയുള്ള കഥയുണ്ടല്ലോ, അതൊക്കെ ഈ തമ്പുരാൻ്റെ ലേഖനത്തിലാണ്. അത് വെളിപ്പെടുത്താറില്ല സ്വവനീറുകാർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം തമ്പുരാൻ പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും കടവല്ലൂർ അന്യോന്യത്തെ പറ്റി നമുക്ക് കിട്ടുന്നു. ആറാട്ടുപുഴ പൂരത്തെപ്പറ്റി വളരെ ദീർഘമായ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചരിത്രം, അതിൻ്റെ ചടങ്ങുകൾ ഇതൊക്കെ വിസ്തരിക്കുന്നുണ്ട്. ഇങ്ങനെ കേരള ചരിത്രത്തിൽ വിശദാംശങ്ങൾ വിസ്മൃതിയിലായിപ്പോയ ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ ഈ രസികരഞ്ജിനി മാസികയിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അത് പിന്നീട് മംഗളമഞ്ജരി എന്ന പേരിൽ അപ്പം തമ്പുരാൻ്റെ ഉപന്യാസങ്ങൾ സമാഹരിക്കപ്പെട്ടപ്പോൾ ചിലത് താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ ചിലത് അതിൽ ചേർത്തില്ല. പക്ഷെ സുദീർഘമായ പല ലേഖനങ്ങൾ ഇപ്പോഴും നമുക്ക് പുസ്തക രൂപത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം തൃശ്ശൂരിൻ്റെ താമസം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളെ കളക്ടറേറ്റ് ഉണ്ടല്ലോ, അന്ന് അതിന് പേര് പറഞ്ഞിരുന്നത് പോത്തോട്ടക്കുന്ന് എന്നാണ്. പോത്തോട്ടക്കുന്ന് എന്നുള്ള സ്ഥലത്തിന് പറഞ്ഞിരുന്നത് കന്നുകാലികളെ മേയാൻ പെടുന്നൊരു സ്ഥലമാണ്. അവിടെ കൊച്ചി രാജ്യത്തിൻ്റെ വക പോത്തോട്ടക്കുന്ന്.
അവിടെ 25 ഏക്കർ സ്ഥലം ആണ് അപ്പത്തമ്പരാൻ താമസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു കെട്ടിടം പണിതു. അക്കാലത്തൊരു കെട്ടിടം പണിയുക, ഒരു തമ്പരാൻ കെട്ടിടം പണിയുക എന്ന് വെച്ചാൽ 4 കെട്ടോ 8 കെട്ടോ ആയിട്ട് പണിയും. അതിൻ്റെ ഏതെങ്കിലും വടക്കിനെയോ കിഴക്കിനെയോ പൊക്കത്തേക്ക് പണിതൊരു മാളികയാക്കി. അങ്ങനെയായിരുന്നു പഴയ സമ്പ്രദായം. തമ്പരാനൊരു ഏറ്റവും പുതിയ രീതിയിലൊരു ബംഗ്ലാവ് പണിഞ്ഞു എന്നത്. അത് ഇപ്പോൾ നമ്മുടെ അപ്പത്തമ്പരാൻ സ്മാരകം, അത് ആ ബംഗ്ലാവ് അദ്ദേഹം പണിയിച്ചതാണ്. അതിൽ നിലത്തിലിരിക്കാനുള്ള ടൈൽസ് മുഴുവൻ മദിരാശിയിൽ നിന്ന് വരുത്തിയിരുന്നു. എന്നിട്ട് അതിൻ്റെ കയറി ചെല്ലുമ്പോൾ നമുക്ക് പറയാം, സെൻട്രലൊരു നീല ഹാളുണ്ടല്ലോ, ആ ഹാളിൽ അദ്ദേഹം ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ ഡാവേലി വായനക്കാരെ, പുള്ളുവം പാട്ടുകാരെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കും. കച്ചേരിക്ക് വരുന്ന വലിയ ഭാഗവതരന്മാരുണ്ട്, അവരെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാവരും അവിടെ ഒന്നിച്ച് കൂടിയിട്ട് ഈ പുള്ളുവം പാട്ടാണെങ്കിൽ ചില ദിവസം പുള്ളുവം പാട്ടായിരിക്കും, ചില ദിവസം കർണാടക സംഗീത കച്ചേരി ആയിരിക്കും, ചിലപ്പോൾ നാദസ്വര കച്ചേരി ആയിരിക്കും. ആ ഹാളിൽ ഈ എക്കോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ പല ഭാഗത്തിരുന്നത് കേട്ട ജനലുകൾ പലതവണ മാറ്റി വെച്ചിട്ടുണ്ട്, എക്കോ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാളാണ്. അവിടെയാണ് തമ്പുരാൻ ഈ ചെയ്തിരുന്നത്, ബംഗ്ലാവ് പണിത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കരിങ്കല്ലിൽ ശില്പങ്ങൾ കുത്തും. അപ്പം തമ്പുരാൻ നമ്മളോട് കയറി ചെല്ലുമ്പോൾ 2 ദിവസം കണ്ടി കരിങ്കൽ ശില്പങ്ങൾ കാണും. അത് തമ്പുരാൻ കുത്തി ഉണ്ടാക്കിയതാണ്, ഇന്ത്യയിൽ പഠിച്ചിട്ടൊന്നുമില്ല. അത് കുത്തി ഉണ്ടാക്കി പറ്റും എന്നുള്ള വീട്ടിൽ ആ 2 ശില്പങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കോട്ടോട്ടക്കുന്നിൽ അദ്ദേഹം താമസിക്കുമ്പോൾ വലിയ സമ്പത്തൊന്നുമില്ല. കൊച്ചി സർക്കാരിൽ നിന്ന് ഒരു 11,000 കോടി തമ്പുരാന് കിട്ടുന്ന അലവൻസ് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള അലവൻസേ ഉള്ളൂ. പക്ഷെ ഇവരെല്ലാവരും എപ്പോഴും അതിഥികളാണ് അവിടെ. ആ അതിഥികളെയൊക്കെ തീറ്റിപ്പോറ്റണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. തമ്പുരാൻ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാലത്ത്. അപ്പോഴാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനും പേപ്പർ വാല്യൂ ചെയ്യാനും തമ്പുരാനെ നിയമിച്ചിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണം തമ്പുരാൻ്റെ വലിയ സഹായമായിരുന്നു. അങ്ങനെ മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്. തമ്പുരാൻ്റെ വീട്ടിൽ 6 or 7 ഭൃത്യന്മാരുണ്ട്. മീറ്റ് അടിക്കാനുള്ള ആൾ, പാത്രം തയ്ക്കാനുള്ള ആൾ, ഇങ്ങനെ 3-4-5 പേര് പണിക്കാരുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ ഈ പണിക്കാർക്ക് ജോലി എടുക്കാൻ പറ്റില്ല, അവർ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുത്തിരുന്നു തമ്പുരാൻ. പെൻഷൻ കൊടുത്തിരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിരുന്നു. അന്ന് 2 രൂപ 3 രൂപയ്ക്കാണ് ശമ്പളം, അതിൻ്റെ ഇരട്ടിയാണ് പെൻഷൻ. തമ്പുരാൻ്റെ യുക്തി എന്താ വെച്ചാൽ ഇവിടെ ആകുമ്പോൾ ഭക്ഷണം ഇവിടെ കഴിയില്ല, തിരിച്ചു പോകുമ്പോൾ ഭക്ഷണത്തിന് വഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞു. 2 രൂപ ശമ്പളത്തിൽ നിന്നാണ് 5 രൂപ പെൻഷൻ വാങ്ങിച്ചത്. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ തോന്നിയിരുന്നത്? കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയുന്ന മറ്റേ സീതാറാം മില്ലുണ്ടല്ലോ, തുണി മില്ല് തുടങ്ങിയിട്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഒരാളായിരുന്നു അപ്പത്തമ്പരാൻ. ആദ്യത്തെ 1-2 വർഷം വലിയ ലാഭമൊന്നും മില്ലിനുണ്ടായില്ല. 4-ാം വർഷം തുടങ്ങി മില്ല് ലാഭത്തിലായി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പണം ലാഭം വീതിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പത്തമ്പരാൻ പറഞ്ഞു അത് പറ്റില്ല, അവിടെ പണിയെടുക്കുന്നവർക്ക് കൂടി ഇതിൻ്റെ പങ്ക് കൊടുക്കണം. കാരണം അവർ പണിയെടുത്തിട്ടാണ് ഈ ലാഭം ഉണ്ടായത്, അവർക്കത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി നിയമമൊന്നുമില്ല എന്ന് മറ്റു ഡയറക്ടർമാർ പറഞ്ഞു. എന്നാൽ നിങ്ങളായിക്കോളും, ഞാൻ ഡയറക്ടർ ബോർഡ് രാജിവെക്കുകയാണ്, തമ്പുരാൻ രാജിവെച്ചു. അതാണ് സംഭവിച്ചത്. പണിയെടുക്കുന്നവന് കൂലി കൊടുക്കുക എന്നുള്ള പ്രാഥമിക തത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയും തമ്പുരാൻ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒരു മില്ലുള്ളത് അയാളുടെ ലാഭം സർക്കാർ നിയമമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ബോണസ് നിയമമാണ്, നിയമമില്ലാത്ത സമ്പർക്കത്തിൽ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് തമ്പുരാൻ ചെയ്തു. മറ്റ് ഡയറക്ടർമാർ അത് സമ്മതിക്കാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തു. സീതാറാമിൻ്റെ ഡയറക്ടർ ബോർഡ് വേണ്ടി. ഈ പോത്തോട്ടക്കുന്നിൽ ഒരു ഭാഗത്ത് പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു തമ്പുരാൻ. അപ്പോൾ അത് പശുക്കൾ തിന്നാണ്ടിരിക്കാൻ വേണ്ടി ഒരു വേലി കിട്ടും. കേട്ടിരാമർമ്മ രസമായിട്ട് അത് പറയുന്നുണ്ട്, വേലി കിട്ടും. അപ്പോൾ ആ പറമ്പിൽ ആടിനും പശുവിനും ഒക്കെ പുല്ലരിയാൻ വേണ്ടി ഒരു പുരക്കടി വന്നിരുന്നു വയസ്സായൊരു സ്ത്രീ. വൈകുന്നേരം വരെ അവർ പുല്ലരിഞ്ഞ് കെട്ടി തലയിൽ ചുമന്ന് വരുമ്പോഴാണ് ഈ വേലി.
അപ്പുറത്തേക്ക് കടക്കാൻ വയ്യ, ഇങ്ങനെ വേലി കെട്ടിട്ടിരിക്കും. ഇതാരാ മനുഷ്യന് നടക്കണ വഴിയിൽ ഈ വേലി കെട്ടി എന്ന് അവർ തമ്പുരാൻ കേട്ടു. വേലി പൊളിച്ചു നോക്കിയിട്ടുണ്ട്. പാവം ഇത്രയും പ്രായമായി, 10-75 വയസ്സായി. കാലത്ത് 6 മണിക്ക് 7 മണിക്ക് വന്ന് പുല്ലെരിയാൻ തുടങ്ങിയതാണ്. 5 മണിയായി പുല്ലും താങ്ങി പിടിച്ച് പോകുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വേണ്ട, വേലൊന്നും വെട്ടി. ഈ മനുഷ്യനോടുള്ള സഹതാപം, ആർദ്രത എന്ന് പറയുന്നത് ഇങ്ങനെയാണിത് ഈ മനുഷ്യനിലുണ്ടായത്. നമുക്ക് അത്ഭുതം തോന്നുന്നു. ആ ബംഗ്ലാവ് പണിയുന്നതിന് തൊട്ട് മുമ്പ് തമ്പുരാൻ താമസിച്ചിരുന്നത് കൊക്കാലയിലാണ്. അവിടെ ഒരു കൊച്ചി രാജ്യത്തിൻ്റെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. കൊക്കാല എന്നുള്ള സ്ഥലത്താണ് അവിടെ താമസിച്ചിരുന്നത്. അവിടുത്തെ താമസം വളരെ ശ്രദ്ധേയമായൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്തേക്ക് തമ്പുരാൻ 1936-37 കാലമാണ് തമ്പുരാൻ തോന്നി ഈ സിനിമ വരും. അന്ന് ആകെ സംഭാഷണം ഇല്ലാത്ത സിനിമ 1-2 എണ്ണം ബോംബെയിലുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എവിടെയോ വായിച്ചിറങ്ങി തമ്പുരാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഭൂതരായൊരു സിനിമയാക്കണം തീരുമാനിച്ചു. ഭൂതരായൊരു സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് തമ്പുരാൻ അറിയില്ല. പഴയ നാടകത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതി. എന്നിട്ട് ഇത് സംവിധാനം ചെയ്യാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്രക്കാരൻ നൊട്ടാനി എന്ന് പേരായിട്ട് എടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രക്കാരനാണ്. അതായത് ബോംബെയിലെ ഈ നിശബ്ദ ചിത്രങ്ങൾ ഒന്നിരുന്നെന്നും സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറയും. നൊട്ടാനിയെ വിളിച്ചു. അയാൾ ഇവിടെ വന്നു. അപ്പോഴാണ് മലയാളത്തിൽ തമ്പുരാൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. തമ്പുരാൻ ഇംഗ്ലീഷിലാക്കി നൊട്ടാനിക്ക് കൊടുത്തു ഈ സ്ക്രിപ്റ്റ്. എന്നിട്ട് 1 മാസക്കാലം നടീനടന്മാരെ തിരഞ്ഞെടുത്ത് റിഹേഴ്സൽ നടത്തി. അവരിവിടെ താമസമാണ്. 10-30 ആളുകൾ തമ്പുരാൻ്റെ കൂടെ താമസമാണ് ഈ റിഹേഴ്സൽ നടത്താൻ വേണ്ടിയിട്ട്. നൊട്ടാനിക്ക് ഈ സ്ക്രിപ്റ്റ്, ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അതിനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിലിം വാങ്ങാൻ നേരത്തെ പൈസയില്ല, ഒന്നുമില്ല. അത് കാരണം ചിത്രം എടുക്കാൻ പറ്റില്ല. അവിടെ കൊണ്ടത് അവസാനിച്ചു. നൊട്ടാനി വളരെ ദുഃഖത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. ചിത്രം എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അപ്പം തമ്പുരാനെ പറ്റി വലിയ ആദരവായിരുന്നു നൊട്ടാനിക്ക്. അയാൾ മഹാരാഷ്ട്രയിലേക്ക് പോയിട്ട് അയാൾ പൂനെക്കാരനെ വെച്ചാണ്. അവിടെ വെച്ച് അയാൾക്കൊരു മകളുണ്ട്. ആ മകൾക്ക് നൊട്ടാനി പേരിട്ട് ഓമല എന്നത്. ഭൂതരായുള്ള നായികയുടെ പേരാണ് ഓമല എന്ന പേരാണ് ആ കുട്ടിക്കിട്ട്. അപ്പം തമ്പുരാനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അങ്ങനെ സിനിമ നടന്നില്ല എങ്കിൽ പോലും നമ്മളുടെ പിൽക്കാലം സിനിമാ ചരിത്രത്തിലെ 2 പേര് അവിടുന്ന് പ്രസിദ്ധന്മാരായിട്ടുണ്ട്. അതിൽ ഈ ഭൂതരായിലെ 8-10 വയസ്സുള്ള 2 കൊച്ചു കുട്ടികൾ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ വേണ്ടി വന്ന 2 പേരുണ്ടായിരുന്നു. ഒരാൾ SP പിള്ളയും മറ്റേ ആൾ പ്രേംജിയും. അങ്ങനെ അപ്പം തമ്പുരാൻ്റെ സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അപ്പം തമ്പുരാൻ്റെ കീഴിൽ റിഹേഴ്സലിന് വന്ന 2 കുട്ടികൾ വലുതായി കഴിയുമ്പോൾ മലയാള സിനിമയിൽ പ്രശസ്തന്മാരാണ്. SP പിള്ള എന്ന ഹാസ്യനടനും പ്രേംജി എന്ന അതൊന്നും പറയാൻ പറ്റില്ല, അവതാരം എന്ന് തന്നെ പറയാൻ പറ്റി. പ്രേംജിയും ഇവർ 2 പേരും ഈ പ്രോസസ്സിൽ അവിടെ കടന്നു വന്ന ആളുകളാണ്. മാത്രമല്ല ഇപ്പം തമ്പുരാൻ്റെ മറ്റൊരു രസകരമായ കാര്യം കൂടി പറയാനുണ്ട്. അത് തമ്പുരാനെ കാണാനിങ്ങനെ ഒരുപാട് ആളുകൾ വരും. ഇങ്ങനെ ആൾക്കാർ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് BV ബുക്ക് ഡിപ്പോവിൻ്റെ ഉടമസ്ഥനായ രാമൻ മേനോൻ എന്നൊരാൾ, തിരുവനന്തപുരത്തെ നമ്മുടെ പഴയ മംഗളോദയം വിദ്യാവിനോദിനിയൊക്കെ ഉള്ള പോലെ തന്നെ മംഗളോദയത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹം വന്ന് തമ്പുരാനായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, തമ്പുരാൻ എല്ലാവർക്കും ഓരോ പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് മാത്രം ഒരു പുസ്തകം തന്നില്ലല്ലോ. അത് ശരിയാണ്, നല്ലൊരു കാര്യം ചെയ്യാം. ഇപ്പം രസികരഞ്ജനിയിൽ ഇങ്ങനൊരു കഥ തീർന്നിട്ടുണ്ട്. ഒരു ദുർമരണം എന്ന പേരിൽ ചെറിയ നോവലാണ്. അത് താഴെ എടുത്തുള്ളൂ. പക്ഷെ പുസ്തകമാക്കുമ്പോൾ ഈ ദുർമരണം എന്ന പേര് വേണ്ട, പേരൊന്നും മാറ്റിക്കുന്നു. ഇപ്പം എന്ത് പേരാണ് വേണ്ടത്? അതിൻ്റെ നായകൻ്റെ പേര് മതി, ഭാസ്കര മേനോൻ എൻ്റെ പേരായിട്ട് ആ നോവല് താൻ എടുക്കുന്നു. ഈ ഭാസ്കര മേനോൻ BV ബുക്ക് ഡിപ്പോയാണ് ആദ്യം സബ്മിറ്റ് ചെയ്തത്. രാമമേനോൻ്റെ ഒരു ഭാഗ്യം എന്നേ പറയാനുള്ളൂ.
മദ്രാസ് പ്രസിഡൻസിയും മലബാറും മൈസൂരിലെ കർണാടകത്തിലെ ചില സ്കൂളുകളും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഇത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഗവൺമെൻറ് ടെക്സ്റ്റായിട്ട് അംഗീകരിച്ചു വർഷങ്ങളോളം 6-7 കൊല്ലക്കാലം ഇടവിട്ടിടവിൽ. ഇതിൻ്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് കോപ്പിയാണ് ഭാസ്കരമേനോൻ അടിച്ചത്, പ്രിൻ്റ് ചെയ്ത്. അറ്റ ആദായം ഏതാണ്ട് 1.25 ലക്ഷം റുപ്യ ഈ 4-5 കൊല്ലത്തിലും പുക്കിടിപ്പോഴൊക്കെ രാമമേനോന് കിട്ടി. ഇത്രയും പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതേ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഭാഗം തമ്പുരാൻ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം 1000 വെള്ളി ഉറുപ്പിക ഒരു കുട്ടിച്ചാക്കി കെട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബോട്ടിൽ ഇവിടെ വന്ന് ഈ അറുനാട്ടുകാരാന്ന് ബോട്ടെടുക്കും, അവിടെ ഇറങ്ങി അത് തളിച്ചമടായിട്ട് കൊണ്ടുവന്ന് അയ്യന്തോളിൽ അപ്പനമ്പരാൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഇതെന്താ അയാൾ പറഞ്ഞു, എനിക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ചെറിയ വിഹിതമാണ്, അത് തിരുവൾക്കാഴ്ചയായിട്ട് ഞാൻ കൊണ്ടുവന്നാണ്, ഇത് സ്വീകരിക്കണമെന്ന്. എന്നാലും പറഞ്ഞു, ഞാൻ പുസ്തകം വിറ്റിട്ടില്ല, ഞാൻ തനിക്ക് ആ പുസ്തകം തരികയാണ് ചെയ്ത്. ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വിറ്റു എന്നാണ് അതിനർത്ഥം. ഞാൻ പുസ്തകം വിൽക്കാറില്ല, എനിക്കിത് വേണ്ട, ഇനി ഞാൻ സ്വീകരിക്കില്ല. അയാൾക്ക് വലിയ സങ്കടമായി. പക്ഷെ അയാളെ സ്വാതന്ത്ര്യക്കാൻ പറഞ്ഞു, ഞാൻ ഇതിന് ഒരു പൈസയും ഞാൻ സ്വീകരിക്കില്ല, ഒരു കാര്യം ചെയ്തു, തിരുവനന്തപുരത്ത് നല്ല മെത്തപ്പായ കിട്ടുന്നു കേട്ടില്ല, ഇനി വരുമ്പോൾ 2 മെത്തപ്പായ കൊണ്ടുവന്നാൽ പറഞ്ഞു. ഇയാൾ ദുഃഖത്തോടുകൂടി ഈ പണം എടുത്തുകൊണ്ട് തിരിച്ചുപോയി. കഥ അതിനുള്ള രസമല്ല, ഇയാൾ തിരുവനന്തപുരത്ത് എത്തി ഇത് വീട്ടിൽ കൊണ്ടുവച്ച് നേരെ ചാല കമ്പോളത്തിൽ ചെന്ന് 2 പട്ടപ്പായ വാങ്ങിച്ച് അടുത്ത ബോട്ടിലായി തിരിച്ചു പോയി. തിരിച്ചിവിടെ വന്ന് തമ്പുരാൻ്റെ അടുത്ത് വന്ന് കൊടുത്തിട്ട് അതിന് സമാധാനമായിരുന്നു. വീട്ടിൽ പണിയെടുത്തിരുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലത്താണ് തമ്പുരാൻ ഇത് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ രീതിയിലാണ് തമ്പുരാൻ്റെ ഉൽപ്പതിഷ്ണത്വത്തിന് പ്രകടമായൊരു ഉദാഹരണമുണ്ട്. തമ്പുരാൻ്റെ ജീവിതകാലത്താണല്ലോ 1903 കുടിയെടുത്ത് രാത്രിയുടെ സ്വാർത്ഥവിചാരം നടക്കുന്നത്. സ്വാർത്ഥവിചാരം നടന്നിട്ട് 64 പേരെയാണ് സൃഷ്ടി കൽപ്പിച്ചത്. സൃഷ്ടി കൽപ്പിച്ച് അവരെ സമുദായത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു. സമുദായത്തിൻ്റെ ബഹിഷ്കരിച്ചതിൻ്റെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനായ ഒരാളുണ്ടായിരുന്നു, വേദാർത്ഥ വിചാരം ഒക്കെ എഴുതിയ VK നാരായണ ഭട്ടതിരി. VK നാരായണ ഭട്ടതിരി എങ്ങനെയോ അത് വിട്ടുപോയി, അദ്ദേഹത്തിനെയും സൃഷ്ടി കൽപ്പിക്കുന്നത്. വലിയ ദുഃഖമായിരുന്നു VK നാരായണ ഭട്ടതിരിക്ക്. പിന്നെ അദ്ദേഹം ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, തൃശ്ശൂർ വന്നപ്പോൾ അപ്പനമ്പരാനെ കാണാൻ അനുവാദം ചോദിച്ചു. തമ്പുരാൻ അനുവാദം കൊടുക്കില്ല, കാണാൻ പറ്റിയാണ്. VK നാരായണ ഭട്ടതിരിക്ക് വലിയ വിഷമമായി. എന്നിട്ട് അദ്ദേഹം നേരെ മംഗളോദയത്തിലേക്കാണ് വരുന്നത്. അന്ന് മംഗളോദയത്തിൽ അന്നനാരായണ ശാസ്ത്രിയുണ്ട്, KVM വാസുദേവ മൂസി, KVM ഉണ്ട്. ഇവരോടൊക്കെ പറഞ്ഞു വലിയ പുരോഗമനം പറയും, തമ്പുരാനാണ് പെൻഷൻ കൊടുക്കുന്നു, വീട്ടുവേലക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നു, പുസ്തകം ദാനം കൊടുക്കുന്നു, ഭാര്യയെ കുതിരവണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നു, ടെന്നീസ് പഠിപ്പിക്കുന്നു, വലിയ പുരോഗമനമൊക്കെ പറയും. വണ്ടിയോടെടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി, എന്നെ കാണുന്നതാണ് പറഞ്ഞു. ഈ ശുദ്ധ അനന്തനാരായണ ശാസ്ത്രിക്ക് സങ്കടം കിട്ടിയത് അങ്ങനെ പറഞ്ഞു. തമ്പുരാൻ എന്താ എൻ്റെ കാരണം? വൈകുന്നേരം അനന്തനാരായണ ശാസ്ത്രി പോയി തമ്പുരാനെ കണ്ടു. ഈ VK നാരായണ ഭട്ടതിരി ഇങ്ങനെ വല്ലാതെ ദുഃഖിച്ചു. അദ്ദേഹം കരയാണ് ചെയ്യുന്നത്, തമ്പുരാൻ കാണുന്നതാന്ന് പറഞ്ഞു. തമ്പുരാൻ ചോദിച്ചു, കൊച്ചി മഹാരാജാവ് വിലക്കിയിട്ടുള്ള ഒരാളാണ്, ഞാൻ ആ രാജകുടുംബത്തിൽ 11ാം കൂറുകാരനാണ്, ഞാനിങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത്? അനുവാദം കൊടുക്കാൻ പറ്റില്ല. അയാളെന്തിന് ഈ അനുവാദം ചോദിക്കണം? അതിന് ഇവിടെ വന്നാൽ പോലും അനുവാദം ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം രാജകൽപ്പന എതിർക്കുകയാണ്, അതൊന്നും ഞാൻ ചെയ്യില്ല. അതിന് എൻ്റെ അനുവാദം കൊണ്ട് ചോദിക്കേണ്ടതാണ്. പിറ്റേ ദിവസം അനന്തനാരായണ ശാസ്ത്രിയും KVM-ഉം VK നാരായണ ഭട്ടതിരിയും കൂടെ അങ്ങ് ചെന്നു. കൂടി ഒരാഴ്ച അവിടെ താമസിച്ചിട്ടാണ് VK നാരായണ ഭട്ടതിരി പോയത്. അതായിരുന്നു അപ്പനമ്പരാൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ഘടന. തമ്പുരാൻ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അദ്ദേഹം ഭാഷാപരിഷ്കരണ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, TK കൃഷ്ണമേനോൻ സെക്രട്ടറിയുമായിട്ട്. അന്ന് കൊച്ചി ഭാഷാപരിഷ്കരണത്തെ പറ്റി കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മലയാളത്തിൽ MA പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ലീലാതിലകം. ലീലാതിലകത്തെ പറ്റി പന്തപരാനോട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഈ ലീലാതിലകം പന്തപരാന് കിട്ടിയത് കോട്ടക്കൽ PV കൃഷ്ണവാര്യൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന്. അത് കൊണ്ടുവന്നു തമ്പുരാനും കുഞ്ഞിക്കൊണ്ട തമ്പുരാനും ഉണ്ട്. അവർ നോക്കിയിട്ട് ഇത് മംഗളോദയം, അന്ന് മംഗളോദയം എന്നൊരു മാസിക വരുന്നു, മംഗളോദയത്തിൽ പ്രസിദ്ധപ്പെടുത്താം എന്ന് പറയും.
അപ്പോൾ വെറുതെ അവൻ പ്രശ്നപ്പെടുത്തിയ ആർക്കും മനസ്സിലാകുന്നില്ല, വ്യാഖ്യാനത്തോടു കൂടി പ്രശ്നപ്പെടുത്താം. അപ്പം തന്നെ അതിൻ്റെ ഒന്നാം ശില്പത്തിൽ വ്യാഖ്യാനം എഴുതി മണിപ്രവാളത്തിൻ്റെ ലക്ഷണം എന്താണ് എന്നുള്ളത് പറഞ്ഞ് ആ വ്യാഖ്യാനം ഒക്കെ എഴുതി. ആദ്യത്തെ ശില്പങ്ങൾ അതിൻ്റെ വ്യാകരണമാണ്, മണിപ്രവാളത്തിൻ്റെ വ്യാകരണമാണ് പറയുന്നത്. ആദ്യത്തെ 2-3 ശില്പങ്ങളിൽ എന്താണ് മണിപ്രവാളം എന്ന് ആദ്യം പറയും, പിന്നെ അതിൻ്റെ വ്യാകരണം പറയും. അങ്ങനെ 7 ശില്പമായിട്ടാണ് അത് പോകുന്നത്. ആദ്യത്തെ ശില്പം തമ്പുരാൻ അത് പ്രശ്നപ്പെട്ടു. അതിൻ്റെ കോപ്പി കിട്ടിയപ്പോൾ പി വി കൃഷ്ണനായിട്ട് പറഞ്ഞു, എൻ്റെ പേരതില്ല. പി വി കൃഷ്ണനായിട്ട് പറഞ്ഞു, എൻ്റെ പേരതിലില്ല, എൻ്റെ പേരതി ചേർക്കണം. അപ്പം തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പേര് വരില്ലല്ലോ, പിന്നെ കൂടെ തമ്പുരാൻ്റെ പേരില്ല. നിങ്ങൾ കാണാൻ വ്യാഖ്യാനിച്ചു. ഇത് മലയാളിയെ ഏതോ ഒരു പഴയ ആള് എഴുതി വെച്ചൊരു അത്യാധനാമായ ഒരാൾ എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണ്. അത് മലയാളിയുടെ പൊതുസ്വത്താണ്, അത് എൻ്റെ പേര് ചേർക്കില്ല. ശ്രീകൃഷ്ണൻ്റെ പേര് പണ്ഡിതനാണ്, വൈദ്യനാണ്, അസൽ കച്ചവടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, എൻ്റെ പേരുണ്ടെങ്കിൽ അത് പുസ്തകത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുകുടുന്ന പേരായിട്ട് ആലോചിച്ചു. ഈ 2 അഭ്യാസന്മാരും തീരുമാനിച്ചു അതാ പ്രശ്നപ്പെടുത്തണ്ട, തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ പി വി കൃഷ്ണവായിട്ട് പറഞ്ഞു ആറ്റൂരിനെ ഏൽപ്പിച്ചാൽ മതി. ആറ്റൂർ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരും, അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടുപോയി. ശരി, ഞാൻ ആറ്റൂരിനെ വിളിച്ചു കൊടുക്കും. ആറ്റൂർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി പകർത്തി എന്നിട്ടാണ് ഇത് കൊണ്ട കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കോട്ടയ്ക്കൽ കൊണ്ട് കൊടുത്തു. ഈ പകർത്തി വെച്ച കാര്യം ആറ്റൂരിൽ നിൽക്കാൻ പോയി. അത് പി വി കൃഷ്ണവാരത്തിലേക്ക് കൊടുത്തു. ആറ്റൂര് തിരിച്ച് തൃശ്ശൂർ വന്നപ്പോഴാണ് അദ്ദേഹത്തെ AR രാജരാജവർമ്മയുടെ അസിസ്റ്റൻ്റായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രൊഫസറായിട്ട് നിയമിച്ചത്. ആറ്റൂര് ഇതും കൊണ്ടുപോയി, ഈ ലീലാകരവും കൊണ്ടുപോയി. അവിടെ വെച്ചൊരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഇങ്ങനൊരു പുസ്തകം കിട്ടിയെന്നുള്ളതിന് ഉള്ളൂർ മനസ്സിലാക്കി. ഉള്ളൂർ വന്നിട്ട് ചോദിച്ചു, ഞാനതൊന്ന് വായിച്ചിട്ട് തരാമെന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് രാത്രി ഉള്ളൂരാണ് പകർത്തി അവിടെ മുഴുവൻ. അപ്പോൾ ഉള്ളൂരിൽ ആദ്യം പബ്ലിഷ് ചെയ്യും, കാരണം ദിവാൻ പേഷ്കാർക്ക് എളുപ്പം പബ്ലിഷ് ചെയ്യാൻ പറ്റും, അത്രയൊന്നും സ്വാധീനം ആറ്റൂരിനില്ല. അതുകൊണ്ട് ഉള്ളൂർ ഇത് പബ്ലിഷ് ചെയ്യുമോ എന്നൊരു ഭയം ആറ്റൂരിൽ. ആറ്റൂര് ഉറപ്പാണത്തിൻ്റെ എന്നിട്ടും മുഴുവനാവുന്നില്ല. അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് അതിൻ്റെ അവസാനത്തെ 2 ഭാഗങ്ങൾ നാരായണ പിഷാരി ഭാഷ ഏൽപ്പിച്ചു. നാരായണ പിഷാരി ഗുരുനാഥൻ പറഞ്ഞാൽ പിന്നെ ഒരു സംശയമൊന്നുമില്ല, നാരായണ പിഷാരി ഭാഷ അത് ശബ്ദമായി കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നീലാതിലക കോലാഹലം എന്ന പേരിൽ ഇദ്ദേഹം പറയുന്നുണ്ട് കൈരളി വിധേയം എന്നത്. ഈ മലയാളിയുടെ പഴയ തറവാട്ട് സ്വത്തിൽ എന്ത് വ്യക്തി അവകാശം കൊണ്ടുവരാൻ ചോദിച്ചു. അക്കാലത്ത് അദ്ദേഹം ചെയ്ത മറ്റു ചില അത്ഭുതങ്ങൾ, നമ്മളുടെ ലിപി പരിഷ്കരണത്തെ പറ്റി അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്കതൊരു ചർച്ചാ വിഷയമാണ്, ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ആന പുറത്ത് കയറിയെന്ന് എഴുതണോ, ആനപ്പുറത്ത് കയറിയെന്ന് എഴുതണോ എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ഇപ്പോഴും എവിടെയൊക്കെ ഇരട്ടിപ്പ് വരും, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വരാൻ അന്നിങ്ങനെ കമ്പ്യൂട്ടറൊന്നും ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന അച്ചുകളാണ്, അതിൻ്റെ എണ്ണം കുറയ്ക്കണം. അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് തമ്പുരാൻ്റെ ചില വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ കാന്നെഴുതി വള്ളിയിടും തീ എന്നുള്ളത്, കാന്നെഴുതി ഒരു കുരിപ്പിടും പൂ എന്നുള്ളത്. എന്നാൽ പിന്നെ ഈ പൂ എന്നുള്ളത് ഈ വള്ളിയും കുരിപ്പ് മാത്രം പോലെ. ഈ എന്നുള്ളതിന് ഈ എന്നുള്ള അക്ഷരമല്ല ഇങ്ങനെ വള്ളി കൊടുത്തു, ഇത് ഈ അല്ലേ ഉപയോഗിക്കുന്നത്. ടൈപ്പുകളുടെ എണ്ണം എത്ര കുറയും, അതാണ് ഇത് പറക്കി വെക്കുന്നത്. ടൈപ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലിപി പരിഷ്കരണത്തെ പറ്റി വളരെ ഗംഭീരമായിട്ടുള്ളൊരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തമ്പുരാൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വഴക്കുകളുടെ കൂട്ടത്തിലൊന്ന് പ്രാസവാദം എഴുതി. സജാതീയ ദ്വിതീയാക്ഷപ്രാസം വേണം വേണ്ട എന്നുള്ളതിനെപ്പറ്റി AR രാജരാജവർമ്മയും KC കേശവപിള്ളയും കൂട്ടിൽ പരിഭാഗത്തും കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാനും ഉള്ളൂരും ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് തർക്കങ്ങൾ 6-7 കൊല്ലക്കാലം തർക്കം നടക്കുകയും അതിലെന്തായിരുന്നു അപ്പന്തമ്പുരാൻ്റെ ശ്രമം. അപ്പന്തമ്പുരാൻ വളരെ മനോഹരമായിട്ടൊരു വാചകം ആലോചിക്കുന്നു. മാസം വേണമെങ്കിൽ ആവാം, വേണമെങ്കിൽ വേണ്ട എന്നുള്ളതായിരുന്നു തമ്പുരാൻ. അദ്ദേഹം പറഞ്ഞു, മലയാളിയുടെ തോടയ്ക്കാണ് തമിഴിൻ്റെ കമ്മലിനേക്കാൾ ഭംഗി എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. ഇത് 2 തരത്തിലുള്ള അലങ്കാരങ്ങളാണ്. മലയാളിക്ക് ചിലർക്ക് അവരുടെ തോടയ്ക്കാണ് ഭംഗിയെന്ന് തോന്നും, തമിഴിന് അവൻ്റെ കമ്മലിനാണ് ഭംഗിയെന്ന് തോന്നും. ഇത് ആരപ്പോൾ തീരുമാനിക്കും?
അതുകൊണ്ട് ശ്വാസം വേണ്ടവർക്ക് അങ്ങനെ ആവാം, അല്ലാത്തവർ അല്ലാത്ത മറ്റില്ല. തമ്പുരാൻ്റെ ജീവിതത്തിൽ പൊതുവെ കണ്ടെത്തുന്ന ഒരു കാര്യം ഈ യോഗക്ഷേമ സഭയുണ്ട്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത് പുരോഗമന ചിന്തയോടുകൂടിയല്ല, അതിനെതിരായിരുന്നു. കൊച്ചി രാജാവ് 1907 ഒരു വിളംബരം പ്രഖ്യാപിച്ചു. ആ വിളംബരത്തിൻ്റെ സത്ത് നമ്പൂതിരിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമി എടുക്ക് അതിർത്തി കൽപ്പിക്കണം എന്നുള്ളതായിരുന്നു. നമ്പൂതിരിക്ക് തന്നെ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൈവശാവകാശം വയ്ക്കാവുന്ന ഭൂമിക്ക് ഒരു അതിർത്തി കൽപ്പിക്കണം എന്നാണ്. ഇത് നമ്പൂതിരിമാർ ജന്മിമാരെ എതിർക്കുമോ എന്ന് ഭയം തോന്നിയിട്ടാണ് ആ നിയമത്തെ സാബട്ടാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പൂതിരിമാരുടെ ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ആ സംഘടനയാണ് 1908 ആലുവ ശിവരാത്രി ദിവസം യോഗം ചേർന്നിട്ട് യോഗക്ഷേമ സഭ ഉണ്ടായത്. പക്ഷേ ഈ നമ്പൂതിരിമാർക്ക് ഇതിൻ്റെ നടത്തിപ്പൊന്നും അറിയില്ല. അത് നടത്തിപ്പിന് നേതൃത്വം കൊടുത്ത് അപ്പനമ്പുരം. ഈ യോഗക്ഷേമ സഭയുടെ തുടക്കക്കാരെ പേരിൽ ഏതോ പളവമണ്ണനെയും ഒക്കെ ചില നമ്പൂതിരിമാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും അത് ചെയ്തത് അപ്പനമ്പുരാനും എന്തുകൊണ്ട് നമ്പുരാനും ചെയ്തു. അതാണ് പിന്നീട് മാറി തിരികെ ചെയ്തത്. ഇവിടെ വെച്ച് അപ്പനമ്പുരാൻ്റെ അടുത്ത് പിന്നെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ച വീട്ടിൽ കിട്ടുന്നത്. മംഗളോദയത്തിൽ അദ്ദേഹം അംഗമായിരുന്ന കാലത്താണ് വീട്ടിൽ പണ്ടതിരിപ്പാട് അവിടെ ചെന്ന് ചെയ്തു. വിവേകോദി സ്കൂള് തുടങ്ങിയത് അപ്പനമ്പുരാൻ അന്ന് വടക്കേ കുറുപ്പത്തെ രാമമേനോൻ എന്നൊരാളായിരുന്നു അതിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. പ്രൈമറി സ്കൂളായിട്ടാണ് തുടങ്ങിയത്. ക്രമേണ അത് ഹൈസ്കൂളായി, പിന്നെ ഗേൾസ് ഹൈസ്കൂൾ, ബോയ്സ് ഹൈസ്കൂളിലേക്ക് മാറി വളരെ കാലം അതിൻ്റെ മാനേജറായിരുന്നു അപ്പനമ്പുരാൻ. അങ്ങനെ ഈ സ്കൂൾ മാനേജറായിരുന്ന കാലത്തും ഒരു രസമുണ്ട്. അതിൽ അന്ന് ഒരു രാമമേനോൻ, അതിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്ന രാമമേനോൻ ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം തോന്നി രാമകൃഷ്ണാശ്രമത്തിലേക്ക് പോയി. രാമകൃഷ്ണാശ്രമത്തിൽ പോയിട്ട് അദ്ദേഹം ത്യാഗീശാനന്ദൻ ആയി മാറിക്കുന്നു. അദ്ദേഹമാണ് ത്യാഗീശാനന്ദ സ്വാമികൾ. എന്നിട്ട് രാമകൃഷ്ണ മിഷനിലെ അംഗമായിട്ടുണ്ട്. അപ്പനമ്പുരാൻ സ്കൂളിൻ്റെ മാനേജർ തന്നെയാണ്, വേറൊരു ഹെഡ് മാസ്റ്റർ. എന്നിട്ട് ഈ ത്യാഗീശാനന്ദൻ സന്യാസി ആയതിനു ശേഷം താൻ പണ്ട് ഹെഡ് മാസ്റ്ററായിരുന്നു സ്കൂൾ സന്ദർശിക്കാൻ വരുന്നത്. അദ്ദേഹം അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ മാനേജറാണ് അപ്പനമ്പുരാൻ. അപ്പനമ്പുരാൻ എഴുന്നേറ്റ് എന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. സന്യാസിയാണ് വന്നിരിക്കുന്നു. സന്യാസിയെ നമസ്കരിക്കുകയാണ്. തൻ്റെ പഴയ ഹെഡ് മാസ്റ്ററാണ് മാനേജർ. ഈ പഴയ ഹെഡ് മാസ്റ്ററെ നമസ്കരിക്കുകയാണ്. ത്യാഗീശാനന്ദൻ അമ്പരം ഉപയോഗിച്ചു. പക്ഷെ അവസാന കാലമായപ്പോഴത്തേക്കും വേറെ ദുഃഖങ്ങൾ അപ്പനമ്പുരാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1921 അദ്ദേഹത്തിൻ്റെ മകൾ വിവാഹിതയായി. പക്ഷെ 21 ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മകൾക്ക് മാനസിക വിഭ്രാന്തി വന്നു. അവർക്ക് ഏതാണ്ട് ഭ്രാന്തൻ്റെ അവസ്ഥയിൽ എത്തിപ്പോയി. ഒരു കാര്യത്തെപ്പറ്റിയും അവർക്കൊരു ബോധമില്ല. അത് കാരണം ഭർത്തഗൃഹത്തിലല്ല അവർ താമസിച്ചിരുന്നത്, തമ്പുരാൻ്റെ കൂടെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ അവർ അധികം താമസിയാതെ മരിച്ചു. ആ മരണത്തെ പറ്റിയും നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു ഒരു ആത്മഹത്യ ചെയ്തതാണ്. നമുക്ക് തീർച്ചയില്ല, അതിനെപ്പറ്റി കൃത്യവിവരമൊന്നുമില്ല. എന്നോട് വേറാമ്പിൽ സമുദിമേനോൻ മാഷ് പറഞ്ഞത് ഒരു ആത്മഹത്യ ചെയ്തിരുന്നില്ല. അതിൽ പിന്നെ അപ്പനമ്പുരാൻ ബിൽഡിംഗ് ഹോണ്ടൻ്റാണ് എന്നൊക്കെ. ഞാനവിടെ ഈ റിസർച്ച് കാലത്ത് അവിടെ ഒരു മുറിയുണ്ട്. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ വെച്ചാൽ അതിന് വാടകയൊന്നും കൊടുക്കുന്നുണ്ടാവുന്നു. അവിടെ ചെന്ന് താമസിക്കും. അപ്പോൾ രാത്രി ഒരുപാട് മാസികൾ അവിടെ മുറിക്കൊണ്ട് നിൽക്കും. അതും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അത് ശരി പറഞ്ഞ മകളില്ലേ ആ മകളുടെ മകന്റെ മകൻ. അതേതായാലും വളരെ ദുഃഖകരമായ തമ്പുരാൻ്റെ മനസ്സിൽ ആ മുറിവ് ഒരിക്കലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഹോണ്ടഡ് ബിൽഡിംഗ് ആണ് എന്നൊക്കെ ആളുകൾ പറയുന്നു. തീർച്ചയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തമ്പുരാൻ്റെ മൂത്ത മകൻ അദ്ദേഹത്തെ എല്ലാവരെയും ചേട്ടൻ ആണ് വിളിച്ചിരുന്നത്. പൂരത്തിനും തൃശ്ശൂരുള്ള പൊതു ആഘോഷങ്ങൾക്കൊക്കെ പുള്ളി മുൻപിലാണ് നിൽക്കുന്നത്. നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിന്, കൊട്ട മേളം, ഇതിനൊക്കെ തിരുവമ്പാടിയിലെ ആയാലും പാറമേക്കാവിൻ്റെ ആയാലും എല്ലാ ഉത്സവങ്ങൾക്കും പുള്ളി മുൻകൈ എടുത്താണ് നിൽക്കുന്നത്. ആ നിലയിലാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. ആ മകൻ
പെട്ടെന്ന് മരിക്കുന്നു. അങ്ങനെ തൻ്റെ ഒരു മകൾ മരിച്ചു, മൂത്ത മകൻ മരിച്ചു. രണ്ടാമത്തെ മകൻ സ്കൂൾ മാഷായിരുന്നു. വലിയ ശാസ്ത്രത്തിൽ സുവോളജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. സുവോളജിയിലെ കുട്ടികളെയും കൊണ്ടൊരു എക്സ്കർഷന് പോയി. 2-3 ദിവസത്തെ എക്സ്കർഷൻ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നിട്ട് പനി പിടിച്ചിട്ട് അദ്ദേഹവും മരിച്ചു. അപ്പോൾ തമ്പുരാൻ്റെ ജീവിതകാലത്ത് മകൾ മരിച്ചു, മൂത്ത മകൻ മരിച്ചു, രണ്ടാമത്തെ മകൻ മരിച്ചു. മൂന്നാമത്തെ മകൻ കുട്ടികൃഷ്ണൻ മേനോൻ മാത്രം സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനും വൈദ്യവും നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ പ്രാചീന നാടകങ്ങളെപ്പറ്റിയും നാടോടി നാടകങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഏറ്റവും പ്രൗഢമായിട്ടുള്ള ചില ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ നിലയിൽ ജീവിതകാലത്ത് വ്യക്തിപരമായ ഒരുപാട് ദുരന്തങ്ങളും ദാരിദ്ര്യം ഉൾപ്പെടെ അനുഭവിച്ച മനുഷ്യരാണ് അപ്പനുള്ളത്. പക്ഷേ ഈ കവിതകൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഉപന്യാസങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ല. ബാലകവിതകൾ, അതിമനോഹരമായിട്ടുള്ള ബാലകവിത എഴുതിയിട്ടുണ്ട്. തെങ്ങിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് തെങ്ങുണ്ടായത് എന്നുള്ളതിനെപ്പറ്റി തമ്പുരാൻ്റെ മനോഹരമായിട്ടുള്ളൊരു കവിതയുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലൊരു രാജാവിനെ സ്വർഗത്തിൽ ഇന്ദ്രൻ ക്ഷണിച്ചു. അവിടെ യുദ്ധത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ പണ്ട് അർജുനെയൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ, അതുപോലെ ഈ തമ്പുരാനെയും കൊണ്ടുപോയിരുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് ഇന്ദ്രൻ ചോദിച്ചു, എന്താ വേണ്ട സമ്മാനം? എനിക്കൊന്നും വേണ്ട. അത് പറ്റില്ല, എന്തെങ്കിലും കൊണ്ടുപോകണം. എന്നാലും കൽപ്പകവൃക്ഷത്തിൻ്റെ തയ്യ് തന്നാലും ഞാൻ പോയി കൊണ്ട് നട്ടോളാം. ശരി, കൽപ്പകവൃക്ഷ തയ്യു അത് തമ്പുരാൻ കൊണ്ടുവന്ന് ഭൂമിയിൽ നിന്നിട്ട് അത് തഴച്ച് വളരാൻ തുടങ്ങി. തഴച്ച് വളരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദിവസം അതിന് വെള്ളമൊക്കെ ഒഴിക്കണം. അതിന് ഒരാൾ 2 ദിവസം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു സ്ത്രീ, അവളുടെ മാസമുറ കാലം ആണ്, അതിലെ നടന്നു പോയപ്പോൾ ഈ ചെടി ഉണങ്ങി വാടി നിൽക്കുന്നുണ്ട്. വേഗം അവരടുത്ത കിണറ്റിന് വെള്ളം കൊണ്ടുവന്ന് ഇരുന്നു. ഈ മാസമുറക്കാരി അശുദ്ധിയായിട്ട് ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെടി അവർ കരിഞ്ഞു. ആ സമയത്താണ് അതിന് ശിവനും പാർവതിയും കിടന്നിരുന്നത്. ഈ മാസമുറക്കാരിയുടെ കൂട്ടുകാരിയാണ് പാർവതി. തൻ്റെ സഖി ഒരു ചെടിയോട് ദയവ് തോന്നിയിട്ട് അതിന് വെള്ളം കൊടുത്തപ്പോൾ ആ ചെടി കരിച്ചു കളഞ്ഞത് ശരിയായില്ല, അത് വീണ്ടും തകർക്കണം എന്ന് പാർവതി വാശി പിടിച്ചു. ശിവൻ അത് സമ്മതിച്ചു. ശിവൻ ആ ചെടി വീണ്ടും തകർക്കാൻ സമ്മതിച്ചു. അത് വലുതായിട്ടുണ്ട്. അത് വലുതായി കഴിയുമ്പോഴത്തേക്കും ശിവൻ്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി ദേവസ്ത്രീകൾ വെള്ളി കൊണ്ടുള്ള കുടത്തിൽ അമൃതം നിറച്ച് കൊണ്ടുവന്നു. അതായത് നാളികേരത്തിൻ്റെ ആ വെളുപ്പിൻ്റെ ഉള്ളിൽ വെള്ളം, ഈ വെള്ളിക്കുടത്തിൽ അമൃതം നിറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് കേടുവരാതിരിക്കാൻ വേണ്ടി ശിവൻ തൻ്റെ കപാലം കൊണ്ട് മൂടി, എന്നിട്ട് 30 മുദ്രയെ ബന്ധിച്ചു. അങ്ങനെയാണ് ഈ നാളികേരം. ഇത്രയായി കഴിഞ്ഞപ്പോൾ പാർവതി തൻ്റെ പച്ച പട്ട് കൊണ്ടത് പൊടിഞ്ഞു. പച്ചപ്പൊട്ട് കൊണ്ട് പൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി പാർവതി തൻ്റെ ശിരസിൽ അണിഞ്ഞിരുന്ന ചൂടാമണി എടുത്ത് എൻ്റെ മുകളിൽ വെച്ചു എന്നാണ്. എന്നിട്ട് ഈ നാരിക്ക് കേളി വളർത്തിയ ഈ ഫലം നാളികേരം എന്ന നിലയിൽ അതിനെ അനുഗ്രഹിച്ചു. അതാണ് ഈ കവിത. കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ടൊരു കവിതയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, തമ്പുരാനത് സംസ്കൃത വൃത്തത്തിലാണ് എഴുതിയത്. അത് ദ്രാവിഡ വൃത്തത്തിലാണ് തമ്പുരാൻ എഴുതിയിരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ബാലസാഹിത്യ കൃതികളുടെ കൂട്ടത്തിൽ അത് വളരെ ഗംഭീരമായ ഒന്നായി മാറ്റിയിരുന്നു. ഇങ്ങനെ ഒരുപാട് കുട്ടിക്കവിതകൾ തമ്പുരാൻ എഴുതിയിട്ടുണ്ട്. പ്രൗഢ ഗംഭീരങ്ങളായിട്ടുള്ള പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. നാടകം അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ ശ്രീരാമൻ സമുദ്രലംഘനം നടത്തുന്ന തോണി കടക്കുന്ന രംഗം സ്റ്റേജിൽ അദ്ദേഹം അവതരിപ്പിച്ചു. തോണി കടക്കുന്ന രംഗം സ്റ്റേജിൽ അവതരിപ്പിക്കുക. ഇത്രയൊന്നും സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. അക്കാലത്താണ് 1924 99 വെള്ളപ്പൊക്കം. ഇതൊക്കെ സത്യാഗ്രഹത്തിൻ്റെ കാര്യം തന്നെ. അന്ന് ഈ കർണാടകര താമസിച്ചിരുന്ന മുഴുവൻ സുനേരും പറയരും ഒക്കെയാണ്. അവരുടെ കുടിലൊക്കെ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചുപോയി. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കണം, കുടിലുകൾ പുനർനിർമ്മിച്ചു കൊടുക്കണം. തമ്പുരാൻ്റെ നേതൃത്വത്തിൽ പിരിവെടുത്തു. ടൗണിൽ നടന്നിട്ട് മുള, കോല, കയറ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ തേക്കിൻ കാട്ടിക്കൊണ്ടുപോയി.
എനിക്ക് നാട്ടിൽ കുമ്പാരമായിട്ട് കൂട്ടിയിരിക്കും. ഇത് അതിനാട്ടുകാരെ എത്തണ്ടേ, ഇതാര് കൊണ്ടുപോകും? ഒരു സംശയം ഉണ്ടായില്ല. കൊച്ചിയിലെ ഈ 11-ാം കൂർ മഹാരാജാവ് ഒരു കൈവണ്ടി കൊണ്ടുവന്ന് ഈ മുളയും വണ്ടിയും വലിയെടുത്തിട്ട് അദ്ദേഹം നമ്മൾ വലിച്ചു. അമ്പരാനിത് വലിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ വന്നു. ഇങ്ങനെയാണ് എനിക്ക് പേരോ ബന്ധമോ ഒന്നുമില്ലാത്ത ഈ പുഴയർക്കും പറയർക്കും കയറി കിടക്കാൻ ഒരു കുടിലുണ്ടാക്കുന്നതിന് വേണ്ടി 1924 കൊച്ചി രാജവംശത്തിലെ 16-ാം കൂർ പന്തലാൻ തൃശ്ശൂരെ പെരുവഴിയിലൂടെ കൈവണ്ടി വരിക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കാനോ അപ്പനവരാൻ്റെ കൃതികളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയെ പറ്റി മാത്രമേ ഞാൻ ഇവിടെ പറയുള്ളൂ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, സാംസ്കാരിക നഗരിയായ തിരുവനന്തപുരത്ത് ഒരു മഹാരാജാവിൻ്റെ പ്രതിമ വയ്ക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അപ്പനവരാൻ്റെ അല്ലാതെ സത്യനമ്പരാൻ്റെ പ്രതിമയില്ല. സത്യനമ്പരാൻ എന്താ ചെയ്തിട്ടുള്ളത്? മഹാഗുണ്ടയായിരുന്നു. എല്ലാവരെയും അടിക്കുക, തല്ലുക, കൊല്ലുക, ഇതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ രാജ്യം. ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഒരു വാചകം പറയുന്നത്, അത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സത്യനമ്പരാൻ്റെ ഓർമ്മ വരുന്നത്. ഗ്രേറ്റർ ദ റൗഡി ബെറ്റർ ദ കിങ് എന്ന് നെഹ്റു ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രതിമയുടെ സ്ഥാനത്ത് അപ്പനവരാൻ്റെ പ്രതിമയാണ് വയ്ക്കുന്നത്. ആ മഹാമനീഷിയോട് അത്രയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക എന്നോടാണ് പറയാനുള്ളത്. ഇതാണ് അപ്പനവരാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി യാതൊന്നും പറഞ്ഞില്ല. കേരളത്തിലെ 1927 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നടന്നിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നത്തെ കൊല്ലം 1928 തൃശ്ശൂർ പരിഷത്ത് നടത്തിയത് അപ്പനവരാനാണ്. എന്ന് മാത്രമല്ല, എടപ്പള്ളി പരിഷത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, 1928 പ്രസിദ്ധീകൃതമായ എല്ലാ മാസികകളുടെയും ഒരു പ്രദർശനം കേരളത്തിൽ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്ത അപ്പനവരാനാണ്. അന്ന് അവിടെ മെസ് ഹാളിൽ നിന്ന് ഭക്ഷണം വരുമ്പോൾ മൂർക്കോത്ത് കുമാരൻ പ്രസംഗിക്കാൻ വന്നിരുന്നു. മൂർക്കോത്ത് കുമാരന് ഭക്ഷണം കൊടുക്കാൻ നേരത്തെ അവിടെ ദഹനക്കാരനായിരുന്ന നമ്പൂരി പറഞ്ഞു, തമ്പുരാക്കന്മാരുടെയും നമ്പൂരാൻ്റെയും ഊണ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ എന്ന്. ഇത് അപ്പനവരാൻ അറിഞ്ഞു. അദ്ദേഹം അടുക്കളയിൽ ചെന്ന് മൂർക്കോത്ത് കുമാരനുള്ള ഭക്ഷണം ഒരു ടിഫിൻ കാരിയിൽ നിന്ന് പകർന്ന് അദ്ദേഹം ഇതിൻ്റെ കൊടുത്തു. നമ്മൾ ഈ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പം കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. 1936 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ വക്താക്കളിൽ ഒരാൾ MP പോളിനെയും മുടശ്ശേരിയെയും പോലെ ഇതിൻ്റെ വക്താക്കളിൽ ഒരാൾ അപ്പനവരാനായിരുന്നു. നമ്മളുടെ പുരോഗമന സാഹിത്യ ചരിത്രത്തിൻ്റെ ഒന്നും അപ്പനവരാൻ്റെ പേര് കാണില്ല. അദ്ദേഹമാണ് അതിനെ മുൻകൈ എടുത്തിരുന്നത്. അങ്ങനെ അപ്പനവരാൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 2 വരിയുണ്ട്. അത് മാത്രം തിരിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. കുലമഹിമ കുരുത്തക്കേടിനായിട്ട് മാത്രം എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറയുന്നത്. കുലമഹിമ കുരുത്തക്കേടിനായിട്ട് മാത്രം ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കർമ്മയോഗിയെ മലയാളം വിസ്മരിച്ചത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. കുറച്ചു പേരെങ്കിലും അപ്പനവരാൻ്റെ കൈരളി വിധേയൻ എന്നുള്ള പുസ്തകവും കെ.ടി. രാമവർമ്മ എഴുതിയ കൈരളി വിധേയൻ എന്ന പുസ്തകവും അപ്പനവരാൻ്റെ നോവലുകളുമെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറയുന്നത്. അപ്പനവരാനെ കുറിച്ചിട്ട് ഇന്നത്തെ സ്മൃതി പരിപാടിയിൽ അതിഗംഭീരമായ പ്രഭാഷണമാണ് നമുക്ക് ശ്രമിക്കാൻ കഴിഞ്ഞത്. വസന്ത മാഷിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അപ്പനവരാനെ കുറിച്ച് ശ്രദ്ധേയമായ ഒരു പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.